എൻ്റെ സമൂഹം 73 വിഭാഗങ്ങളായിട്ട് മാറും. സമസ്ത AP വിഭാഗം, സമസ്ത EK വിഭാഗം, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, KNM, വിസ്ഡം, അങ്ങനെ തുടങ്ങി 900 സംഘടനകൾ കേരളത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നബിതങ്ങൾ പറഞ്ഞ ആ ഒരു ഫിർഖത്തുൻ നാജിയ, ആ വിജയിക്കുന്ന വിഭാഗം ഏതാണ്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? എന്റെ സംഘടന ഒരു തെറ്റ് ചെയ്താൽ അത് ന്യായീകരിക്കുക. സംഘടന അടിമപ്പെടരുത്. പലർക്കും ദീനിനെ വളർത്തുന്നതിനേക്കാളും ആവേശമുള്ളത് സംഘടനയെ വളർത്തുന്ന ഒരു സുന്നിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് താൻ ചെയ്യുന്നത് 100% ശരിയാണ്, അചഞ്ചലമായ വിശ്വാസമാണുള്ളതില്ല. എന്നാലും മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അത്രക്കും സൂക്ഷ്മതയുള്ള ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നുള്ളത്. അപ്പൊ എല്ലാവർക്കും അവരവരുടേതാണ് ശരിയെന്ന് തോന്നുക. അപ്പൊ അതിൽ കുഴപ്പമുണ്ടോ? പരിശുദ്ധ ഇസ്ലാം ഒന്നേ ഉള്ളൂ, ഉമ്മത്തും വാഹിദ എന്നാണല്ലോ പരിശുദ്ധ ഖുർആൻ പോലും പറയുന്നത്. പക്ഷേ മുസ്ലിമീങ്ങൾ ഇന്ന് വിവിധ സംഘടനകളായാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലോ അല്ലെങ്കിൽ ഖുലഫാ റാഷിദിന്റെ കാലഘട്ടത്തിലോ ഒന്നും തന്നെ ഈ സംഘടനാ സമ്പ്രദായം ഉണ്ടായിട്ട് എൻ്റെ അറിവിൽപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇന്ന് കാണുന്ന സംഘടനാ സമ്പ്രദായം തന്നെ അങ്ങനെയാണെങ്കിൽ ബിദ്അത്തല്ലേ? ഏതൊരു സാധാരണക്കാരുടെയും മനസ്സിൽ വരുന്ന ഒരു സംശയമാണിത്. ഇസ്ലാം ഒരൊറ്റ മതമാണ്, അതിൻ്റെ തൗഹീദും അതിൻ്റെ സംവിധാനങ്ങളുമൊക്കെ ഒരേ രീതിയിലാണ് പോവേണ്ടത്. പക്ഷേ പരിശുദ്ധ ഇസ്ലാമിൻ്റെ വിശാലമായ കാഴ്ചപ്പാട് ഇവിടെ വിലയിരുത്തി പഠിക്കേണ്ടതുണ്ട്. ഇപ്പൊ താങ്കൾ ചോദിച്ചത് ഇത് ബിദ്അത്തല്ലേ? അപ്പൊ ബിദ്അത്ത് എന്താണെന്ന് ആദ്യം നാം മനസ്സിലാക്കണം. ബിദ്അത്തുകളുടെ കൂട്ടത്തിൽ ബിദ്അത്തുൻ ഹസനയുണ്ട്, ബിദ്അത്ത് മുൻകറുണ്ട്, കുല്ലു ബിദ്അത്തിൻ വലാല, അല്ലെ? എല്ലാ ബിദ്അത്തും വലാലത്താണ് എന്ന് പറയുന്ന വഴികേടിലാണ്, അത് മാർഗഭ്രംശം സംഭവിക്കപ്പെട്ടതാണെന്ന് പറയുമ്പോഴും അവിടെ ആ ഒരു എല്ലാ ബിദ്അത്തും എന്ന് പറയുന്നിടത്ത് ഹസറില്ല, അഥവാ അത് എല്ലാവർക്കും ബാധകമല്ല എന്ന് നമുക്ക് ഹദീസുകളിൽ കാണാം. അപ്പോൾ എല്ലാ ബിദ്അത്തും എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇപ്പോൾ പരിശുദ്ധമായ ഖുർആൻ പോലും മുസ്ഹഫ് രൂപത്തിലാക്കപ്പെട്ടിട്ടില്ല. അത് പ്രവാചകരുടെ വഫാത്തിന് ശേഷം സിദ്ദീഖുൽ അക്ബർ തങ്ങൾ യമാമ യുദ്ധത്തിൽ 500-ലേറെ ഹുഫാളുകളായ സഹാബത്ത് വഫാത്തായതോടെയാണ് പരിശുദ്ധ ഖുർആൻ പോലും ഒരു മുസ്ഹഫ് രൂപത്തിൽ ക്രോഡീകരിക്കപ്പെടുന്നത്. മുസൈലിമത്തുൽ കദ്ദാബിനെതിരെ നടന്ന യുദ്ധം നമുക്കറിയാലേ, യമാമ യുദ്ധം. അതുപോലെ തന്നെ ഇങ്ങനെ ഓരോ പരിഷ്കാരങ്ങളും ഇസ്ലാമിൽ വരുന്നത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത പല കാര്യങ്ങളും ഒരു ദഅവി രംഗത്തുള്ള നന്മയ്ക്ക് വേണ്ടി അടിസ്ഥാനത്തിൽ മാറ്റം വരുത്താതെ പരിശുദ്ധ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നു. എന്നാൽ സംഘടന എന്താണെന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. സംഘടന എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി വളരെ ഘടനാത്മകമായി അല്ലെങ്കിൽ ചിട്ടയോടെ പ്രവർത്തിക്കുന്ന ഒരു സംവിധാനത്തിനാണ്, ഒരു കൂട്ടം ആളുകൾക്കാണ് സംഘടന എന്ന് പറയുക. അപ്പോൾ ഓർഗനൈസേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സംവിധാനം പരിശുദ്ധ ഇസ്ലാമിൽ തുടക്കം കുറിച്ചത് 1920-കൾക്ക് ശേഷമാണ്. ഇനി മനസ്സിലാക്കണം, അതിൻ്റെ അർത്ഥം സംഘടനയല്ലാത്ത കക്ഷിത്വം ഇസ്ലാമിൽ ആദ്യമേ തുടങ്ങിയിട്ടുണ്ട്. സംഘടന വേറെയാണ്, കക്ഷിത്വം വേറെയാണ്. ഫിർഖത്ത് ഇസ്ലാമിൽ ഇപ്പോൾ ആദ്യകാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലഘട്ടത്തിൽ തന്നെ പലപ്പോഴും രിദ്ദത്തിനെതിരെയുള്ള ഇസ്ലാമിന്റെ അകത്ത് നിന്ന് തന്നെ മുർത്തദ്ദുകളായ ചില കക്ഷികൾ രംഗത്ത് വന്നു. അപ്പോൾ അതിനെതിരെ പല യുദ്ധങ്ങളും നടന്നു. ആ കൂട്ടത്തിലാണ് മുസൈലിമയുടെ എതിരെ നടന്ന യുദ്ധം. ഇങ്ങനെ തുടങ്ങി ഓരോ ഭാഗങ്ങൾ. മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലും സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ തുടക്കത്തിലും അബ്ദുല്ലാഹിബ്നു സബഇ എന്ന പേരുള്ള ഒരാൾ വന്നുകൊണ്ട് ആദ്യമായി ഒരു വാദം ഉന്നയിച്ചു. അങ്ങനെ അയാളൊരു കക്ഷി ഉണ്ടാക്കി. അതൊരു സംഘടനയല്ല, ഇസ്ലാമിലെ സംഘടനയല്ല, മറിച്ച് ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന ഒരു വിഭാഗം എന്ന നിലയ്ക്ക് ഇന്നല്ലദീ ഫറള അലൈക്കൽ ഖുർആൻ ലറാദ്ദുക ഇലാ മആദി എന്ന ആയത്തെടുത്തുകൊണ്ട് ഇവിടെ ആരുടെയും ഭരണത്തിന്റെ ആവശ്യമില്ല, മറിച്ച് പ്രവാചകർ, നമ്മൾ നേരത്തെ ശിയയിസത്തെ കുറിച്ച് പരാമർശിക്കുമ്പോൾ അത് പറഞ്ഞിട്ടുണ്ട്, വളരെ വിശാലമായി ചെയ്ത അതെ റൗളയിൽ നിന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വരുമെന്നുള്ള വാദവുമായി അദ്ദേഹം വരുന്നു. ഇങ്ങനെ ഒരുപാട് കക്ഷികൾ ആദ്യഘട്ടത്തിൽ തന്നെ ഖദരിയാക്കൾ വന്നിട്ടുണ്ട്, ജബരിയാക്കൾ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ മുഅ്തസിലിയാക്കൾ ഖവാരിജികൾ വന്നിട്ടുണ്ട്. ഇങ്ങനെ തുടങ്ങി വിവിധ കക്ഷികൾ അല്ലെങ്കിൽ വിവിധ പാർട്ടികൾ വന്നിട്ടുണ്ട്. പക്ഷേ അതിനെ നമ്മൾ സംഘടന എന്ന് വിളിക്കാൻ പറ്റും. ഷിയഅത്ത് അലി അതൊക്കെ ഷിയ എന്ന് പറയുമ്പോൾ ഒരു ഫാൻ അസോസിയേഷൻ പോലെ തുടക്കം കുറിക്കുന്നു, പിന്നീട് അതിങ്ങനെ വളർന്ന് വ്യത്യസ്ത കക്ഷികളായി വളരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹുവിന്റെ
പ്രവാചകർ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിന് ശേഷം ഇസ്ലാമിക പ്രബോധനം നടന്നത് അതൊരു സംഘടനാ രീതിയിലായിരുന്നില്ല, മറിച്ച് ഒരു ഖലീഫ. ആ ഖലീഫ നമുക്കറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായി 3 ദിവസത്തിന് ശേഷമാണ് ഹബീബിന്റെ ജനാസ പോലും മറമാടപ്പെടുന്നത്. ഹബീബിന്റെ ശരീരം പുണ്യമായ ഖബറു ഷരീഫിൽ വെക്കുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കീഴിൽ സായിദ വംശജരുടെ സഖീഫയിൽ അഥവാ പന്തലിൽ, ഇന്ന് മദീന മുനവറയിൽ അതിന്റെ പുനർനിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്നത്. സഖീഫത്ത് ബനി സായിദ, അതിന്റെ തത്വീറുകൾ, അതിന്റെ പ്രൊജക്ടുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് മദീന മുനവറ കണ്ടു, ഹറം ഷരീഫിൽ കണ്ടു. അപ്പൊ ആ സഖീഫത്ത് ബനി സായിദയിൽ വെച്ച് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഒരുമിച്ച് കൂടുന്നു, മഹാനായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ വരുന്നു. നമുക്കറിയാം ആ വഫാത്തിന്റെ രംഗം വല്ലാത്ത രംഗമാണ്. കാരണം ഹബീബ് വഫാത്തായി എന്ന വിവരം കേട്ടപ്പോൾ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല, അവാലിയിലായിരുന്നു, മദീനയിലെ അവാലി എന്ന പ്രദേശത്തായിരുന്നു. മഹാനായ ഉമറുൽ ഫാറൂഖ് മറ്റേതോ പ്രദേശത്തായിരുന്നു. അങ്ങനെ അവരെല്ലാവരും വന്നു. അങ്ങനെ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി എന്ന വിവരം ഉറക്കെ വിളിച്ചു പറയുന്നു. സഹാബത്ത് പരസ്പരം പറയുന്നു. ഇത് കേട്ടപ്പോൾ ഉമർ റളിയല്ലാഹുവിന് വാളെടുത്തുകൊണ്ട്, ആരെങ്കിലും മുഹമ്മദ് റസൂലുള്ളാഹി വഫാത്തായി എന്ന് പറഞ്ഞാൽ അവരെ ഞാൻ ഈ വാളിന് വിധേയമാക്കും എന്ന് പറഞ്ഞുകൊണ്ട് വളരെ സ്ട്രോങ് ആയ ചില നിലപാടെടുത്തു. ആ സമയത്ത് മഹാനായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വളരെ സമചിത്തനായി അദ്ദേഹം ഒരു കൃഷിത്തോട്ടത്തിൽ നിന്ന് അവാലിയിൽ നിന്ന് ഓടി വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്നിധിയിലേക്ക് പോവുകയാണ്. അങ്ങനെ ഹബീബിൻ്റെ മുഖത്ത് മൂടപ്പെട്ട ആ ഒരു തുണി അത് മാറ്റിയിട്ട് സയ്യിദത്തുന ആയിഷ റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ചെന്നുകൊണ്ട് ആ 2 കണ്ണുകളിൽ ചുംബനം അർപ്പിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, തിബ്ത ഹയ്യം വമൈത, തിബ്ത ഹയ്യൻ വമൈത, നിങ്ങൾ ജീവിച്ചിരിക്കുമ്പോഴും സുഗന്ധം പകരുന്നു, വഫാത്തായാലും നിങ്ങൾ സുഗന്ധം പകരുന്നു. കാരണം എന്താ? ഈ റൗള ഷരീഫിൽ എന്നും കടന്നുകൊണ്ട് ഞങ്ങളെ നിയന്ത്രിക്കും. അതാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ നേതൃത്വം, എന്നല്ലാതെ ഒരു സംഘടനാ സംവിധാനത്തിലേക്ക് കൊണ്ടുപോകാനല്ല. അങ്ങനെ എല്ലാവരും സഖീഫ പന്തലിൽ ചെന്ന ആളുകളിലേക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ചെല്ലുന്നു. അവിടെ ഉമർ റളിയല്ലാഹു അൻഹു പ്രഭാഷണം നടത്തുന്നു. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നു, അൽ അഇമ്മത്തു മിൻ ഖുറൈശ്, ഖുറൈശികളുടെ കൂട്ടത്തിലാണ് ഇമാമുകളെ തെരഞ്ഞെടുക്കേണ്ടത്. അംതുമുൽ വുസറ, അൻസാറുകളെ നിങ്ങൾ വുസറാക്കളാണ്, ഖലീഫമാരുടെ വുസറാക്കളാണെന്ന് പറയുകയും മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങളെ ബൈഅത്ത് ചെയ്യുകയും ചെയ്തു. അങ്ങനെ അന്ന് മുതൽ 1926 വരെ, 1920കളുടെ ആ ഒരു മധ്യഭാഗം വരെ ഖുലഫാ ഉർ റാഷിദുകൾക്ക് ശേഷം ഓരോ വ്യത്യസ്ത ഖലീഫമാർ, അവർ രാജഭരണത്തിന്റെ പേരിലാവട്ടെ, അമവികളുടെ പേരിലാവട്ടെ, അബ്ബാസികളുടെ പേരിലാവട്ടെ, സെൽജൂക്കികളുടെ പേരിലാവട്ടെ, ഫാത്തിമികളുടെ പേരിലാവട്ടെ, അയ്യൂബികളുടെ പേരിലാവട്ടെ, അതുപോലെ തന്നെ മംലൂക്കികളുടെ പേരിലാവട്ടെ, ഗസ്നവികളുടെ പേരിലാവട്ടെ, കിൽജികളുടെ പേരിലാവട്ടെ, ഇങ്ങനെ വിവിധ പേരുകളിലായി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങൾ ആസ്ഥാനമാക്കി ആദ്യം മദീനയിൽ, പിന്നീട് മദീനയിൽ നിന്ന് അത് കൂഫയിലേക്ക്, കൂഫയിൽ നിന്ന് പിന്നീട് ഡമസ്കസിലേക്ക്, ഡമസ്കസിൽ നിന്ന് പിന്നീട് ബാഗ്ദാദിലേക്ക്, ബാഗ്ദാദിൽ നിന്ന് പിന്നീട് അത് കുർത്തുബയിലേക്ക്, കോർഡോവയിൽ നിന്ന് വീണ്ടും അത് ഡമസ്കസിലേക്ക്, ഇങ്ങനെ തുടങ്ങി പിന്നീട് അത് ഇസ്തംബൂളിലേക്ക്, അങ്ങനെ തുടങ്ങി ഇസ്തംബൂളിലും അതുപോലെ അങ്കറയിലും സിസിലിയിലും സൈപ്രസിലും ഇങ്ങനെ തുടങ്ങി ബോസ്നിയയിലും ഇങ്ങനെ തുടങ്ങി ചെച്നിയയിലും തുടങ്ങി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ ഖിലാഫത്തിന് നേതൃത്വം അങ്ങനെ ഉസ്മാനിയ ഖിലാഫത്ത് ഏറ്റവും അവസാനമായി ലോകത്ത് പേരിനെങ്കിലും ഒരു ഖിലാഫത്ത് 1920കളുടെ മധ്യഭാഗം വരെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒട്ടോമൻ അബ്ദുൽ ഹമീദ് സാനി അടക്കമുള്ള ഭരണാധികാരികൾ ഭരിച്ചു. അങ്ങനെ അർത്തഗോളിന്റെ കീഴിലാണല്ലോ ആ കാര്യങ്ങളൊക്കെ വരുന്നത്. അങ്ങനെ ആ ഭരണം ഒരുപാട് കാലം തുടർന്നു. ലോകത്ത് ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ വലിയൊരു സാമ്രാജ്യം എന്ന് പോലും നമുക്ക് വിശേഷിപ്പിക്കാൻ പറ്റുന്നത് ഉസ്മാനികളെ കുറിച്ചാണ്. ഒട്ടോമൻ സാമ്രാജ്യം എന്ന പേരിൽ ലോകമറിയപ്പെടുന്ന ഈ വിഭാഗത്തിന്റെ കീഴിൽ നടന്നു. അങ്ങനെ ഈ ഖിലാഫത്ത് പോയ ശേഷമാണ് ഒരു സംഘടന. നേരത്തെ പല കക്ഷികൾ നമ്മൾ പറഞ്ഞു, കക്ഷി വേറെ സംഘടന വേറെ, അത് രണ്ടും രണ്ടായി മനസ്സിലാക്കണം. പല വിവിധ കക്ഷികൾ വന്നെങ്കിലും സംഘടന എന്ന സംവിധാനം വരുന്നത് 1920 ശേഷം, അതെ, ഖിലാഫത്തിന്റെ ഈ ഒരു അസ്തമാനത്തോടു കൂടെയാണ്. അതിനിടക്കൊക്കെ ചിലപ്പോൾ 1906 ഇപ്പോൾ സർവേന്ത്യ മുസ്ലിം ലീഗ് വന്നിട്ടുണ്ട്. 1902 ഇങ്ങനെ ഒരു സംഘടനാ സംവിധാനമൊക്കെ വരുന്നതിന്റെ മുമ്പ് നമ്മുടെ കേരളീയ ചരിത്രം നോക്കുമ്പോൾ നമുക്കറിയാം, കേരളീയ ലോകത്തൊക്കെ പലപ്പോഴും ഇസ്ലാമിക പണ്ഡിതന്മാർക്കിടയിൽ പണ്ഡിതോചിതമായ വൈജ്ഞാനിക
ചർച്ചകളും സംവാദങ്ങളും നടക്കാറുണ്ടായിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. അങ്ങനെ ഒരു സംവാദം നടന്നത് ഇപ്പോൾ 902 നമ്മൾ നോക്കിയാൽ ലാ മൗജൂദ ഇല്ലല്ലാ എന്ന വാദത്തിന്റെ പേരിൽ കണ്ണൂരിലെ കൂത്തുപറമ്പിലെ കോട്ടയം എന്നൊരു സ്ഥലമുണ്ട്, കൂത്തുപറമ്പിനടുത്തുള്ള, അവിടെ വെച്ച് വലിയ സംവാദം 902 നടന്നു. പക്ഷേ ഇതൊന്നും ഒരു സംഘടനയുടെ ബാനറിൽ നടന്നതായി ആ കാലഘട്ടത്തിൽ നമുക്ക് കാണുന്നില്ല. എന്നാൽ 1906 സർവേന്ത്യ മുസ്ലിം ലീഗ് ഉണ്ടാക്കി, അതൊരു രാഷ്ട്രീയ ചലനമുണ്ടാക്കി. ഇങ്ങനെ പല ഭാഗത്തും പൊളിറ്റിക്കൽ ചലനമുണ്ടാക്കിയെങ്കിലും ഇസ്ലാമിക പ്രബോധന പ്രചരണ പ്രവർത്തനങ്ങൾക്കായി ഒരു സംഘടന ആ കാലഘട്ടത്തിൽ നിലവിൽ വന്നതായി നാം കാണുന്നില്ല. മറിച്ച് ഒരു ഷേഖ്, ആ ഷേഖിൻ്റെ കീഴിൽ സാവിയകൾ ഉണ്ടാകും, ദർസുകൾ ഉണ്ടാകും. ആ ഷേഖിൻ്റെ കീഴിൽ മുരീദന്മാരായി വരുന്ന ഒരുപാട് ആളുകൾ ഉണ്ടാകും. അവർ ബൈഅത്ത് ചെയ്യുന്നു. ആ ബൈഅത്ത് ചെയ്തുകൊണ്ട് ഖാദിരിയ തരീഖത്താവട്ടെ, ചിസ്തിയ തരീഖത്താവട്ടെ, സുഹ്റവർദിയ ആവട്ടെ, ഇങ്ങനെ തുടങ്ങി ലോകത്തിൻ്റെ ഷാദുലി തുടങ്ങി. ഇപ്പം നിങ്ങൾ ഈജിപ്തിലാകുമ്പോൾ നിങ്ങൾക്ക് അറിയല്ലോ, ഒരുപാട് വിവിധങ്ങളായ നക്ഷബന്ദി അടക്കം നിരവധി തരീഖത്തുകളുടെ കീഴിൽ അവർക്കൊരു ഷേഖ്, ആ ഷേഖിൻ്റെ കീഴിൽ സാവിയകൾ, ആ സാവിയകൾക്ക് കീഴിൽ മുരീദുമാർ, ആ മുരീദുമാരുടെ കീഴിൽ അവർക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന ദർവേഷുകൾ. ഈ ദർവേഷുകളുടെ അറവന മുട്ടുകളിലൂടെയൊക്കെ ഇസ്ലാമിക പ്രബോധനം നടക്കുന്നു. ആ ഷെയ്ഖായിരുന്നു അവരുടെ എല്ലാം. അങ്ങനെയാണ് കേരളത്തിൽ നമ്മൾ പഠനം നടത്തുമ്പോൾ മമ്പുറം സാദാത്തുക്കൾ, അതുപോലെ തന്നെ ജിഫ്രി കുടുംബം, അതുപോലെ മഖ്ദൂമുമാർ, അവരുടെ കാലഘട്ടത്തിലൊന്നും സംഘടന ഉണ്ടായിട്ടില്ല. അപ്പൊ ആ കാലഘട്ടത്തിലൊക്കെ സംഘടന എന്ന ഒരാശയം അന്ന് വന്നിട്ടില്ല. അന്ന് പൊളിറ്റിക്കലായ ചില മൂവ്മെന്റുകളും അതുപോലെ ചില പിഴച്ച കക്ഷികളും അവർ സംഘടന എന്ന നേതൃത്വത്തിൽ അവർക്കും അങ്ങനെ കക്ഷി ഉണ്ടെങ്കിലും അവർക്കും സംഘടന ഉണ്ടായില്ല. ഇപ്പൊ നമ്മൾ ഇസ്ലാമിന്റെ തുടക്കം നിങ്ങൾ നോക്കൂ, എങ്ങനെ ഇസ്ലാമിന്റെ തുടക്കം ഉണ്ടായത്? 7ാമതായി പരിശുദ്ധ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് കടന്നു വന്നയാളാണ് അർഖം ഇബ്നു അബിൽ അർഖം റളിയല്ലാഹു അൻഹു. മഹാനായ അർഖം റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് കടന്നു വന്നതോടുകൂടെ ദാറുൽ അർഖം, ദാറുൻ നദ്വ ശത്രുക്കളുടെ ഓഫീസായിരുന്നെങ്കിൽ ദാറുൽ അർഖമായിരുന്നു മുസ്ലിങ്ങളുടെ ഓഫീസ്. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ ട്രഷറി, അലി റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ ശക്തമായ അസിസ്റ്റൻസ്, അതോടുകൂടെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഒരു വലിയ നേതാവ്, ഒരു അമീർ. പക്ഷേ അന്ന് പ്രവാചകർക്ക് വേണമെങ്കിൽ ഒരു പ്രസിഡന്റ്, ഒരു ജനറൽ സെക്രട്ടറി, ഒരു ട്രഷറർ എന്നൊക്കെ നമുക്ക് നിശ്ചയിക്കാമായിരുന്നു. പക്ഷെ അങ്ങനെ ഉണ്ടായിട്ടില്ല. മറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്ന ഇന്ന അർസൽനാക ഷാഹിദൻ വ മുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ, ആ ഒരു സിറാജുൻ മുനീർ, ആ കത്തുന്ന വിളക്ക്, എണ്ണയും തിരിയുമുള്ള വിളക്ക്, ആ വിളക്ക് അവിടെ കത്തിച്ചു വെക്കുന്നു. അതിലേക്ക് ആകൃഷ്ടരായി സമ്പത്ത് കൊണ്ട് സംഭാവന ചെയ്യുന്ന ഖദീജ എന്ന ട്രഷറർ, നമുക്ക് അങ്ങനെ വിളിക്കാം, റളിയല്ലാഹു അൻഹു. അതുപോലെ തന്നെ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ, അലി റളിയല്ലാഹു അൻഹുവിന്റെ സഹായം, ഇതൊക്കെ ആദ്യഘട്ടത്തിൽ ഇസ്ലാമിനുണ്ടായി. പക്ഷെ ഒരിക്കലും ഒരു സംഘടനാ തലത്തിലേക്ക് ആ കാലഘട്ടത്തിൽ നീങ്ങിയില്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ കാലഘട്ടത്തിൽ ഇമാമത്തും രാഷ്ട്രീയവും ആർക്കായിരുന്നു? സിദ്ദീഖുൽ അക്ബർ തങ്ങളായിരുന്നു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു തങ്ങൾ പള്ളിയിലെ ഖതീബായിരുന്നു, മദീന മുനവ്വറയിലെ ഇമാമായിരുന്നു, അതോടൊപ്പം ഖലീഫയായിരുന്നു, രാഷ്ട്രീയ മണ്ഡല കാര്യങ്ങളിൽ പ്രവർത്തിക്കുന്ന മഹൽ വ്യക്തിത്വമായിരുന്നു. അതേപോലെ മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു തദൈവ പ്രശ്നകലുഷിതമായ അന്തരീക്ഷം നേരിടാൻ ഒരുപാട് പ്രയാസം വന്നപ്പോൾ അൽ കൂഫി ലാ യൂഫി ഇല്ല അബാ ഹനീഫത്തുൽ കൂഫി നിഅമൽ വാഫി എന്ന് പറയപ്പെട്ട കൂഫയിലേക്ക് മഹാനായ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു നീങ്ങുകയും അവിടെ ഇസ്ലാമിന്റെ ഭരണസിരാ കേന്ദ്രമാക്കി മാറ്റുകയും ചെയ്തു. പക്ഷേ അലി റളിയല്ലാഹു അൻഹു പള്ളിയിലെ ഇമാമായിരുന്നു, ഖതീബായിരുന്നു, ആളുകളുടെ ഇമാമായിരുന്നു, അതോടൊപ്പം രാഷ്ട്രീയ നേതാവായിരുന്നു. അപ്പോൾ ഇസ്ലാമും രാഷ്ട്രീയവും ഒരിക്കലും വേർതിരിക്കാതെ, രാഷ്ട്രീയം ഇസ്ലാമിന്റെ ഭാഗമാണ്, ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകുവാൻ ഈ ഖലീഫമാരൊക്കെ ശ്രദ്ധിച്ചു. അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ തലത്തിൽ നിന്ന് ഇസ്ലാമിക പ്രവർത്തനം വേർതിരിക്കപ്പെടാത്ത കാലത്തോളം അവിടെ ഒരു സംഘടനയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. കാരണം ഇസ്ലാമിക രാഷ്ട്രീയ ചക്രം കറക്കുന്ന ആളുകൾ തന്നെയാണ് ഇസ്ലാമിക ദഅവത്തിന് നേതൃത്വം നൽകുന്നത്. ഇന്നത്തെ ഇറാന് പോലെ, ഇറാനിൽ വിലായത്തെ ഫഖീഹി, നമുക്കറിയാം, ഹുകൂമത്തെ ഇലാഹി ആവട്ടെ, വിലായത്തെ ഫഖീഹി ആവട്ടെ, ഇതൊക്കെ മുന്നോട്ട് വെക്കുന്നത് ഈ ഒരു ആശയമാണ്. അത് തെറ്റാണോ ശരിയാണോ എന്നല്ല നമ്മുടെ ഇപ്പോഴത്തെ ചർച്ച. വിലായത്തെ ഫഖീഹി വെക്കുന്നത് ഫഖീഹിയുടെ വിലായത്ത്, ഫഖീഹിന്റെ വിലായത്ത് ഉണ്ടാകണം എന്ന പോലെ ഇസ്ലാമിൽ ആദ്യഘട്ടത്തിൽ ഉണ്ടായത് ഓരോ ഖലീഫമാരും, ആ ഖലീഫമാർ തന്നെയായിരുന്നു പ്രബോധനത്തിന്റെ നേതാവ്, ദഅവത്തിന്റെ നേതാവ്, രാഷ്ട്രീയത്തിന്റെ നേതാവ്. സിയാസത്തും ദഅവത്തും ഒരുപോലെ കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിച്ചു എന്നതാണ്. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ ഒരു സംഘടനയുടെ ആവശ്യം ഉണ്ടായിരുന്നില്ല. സംഘടനയുടെ ആവശ്യം ഉണ്ടാവാത്തതിന്റെ പതനം വരെ അന്ന് ഖലീഫ എന്ന ഒരു സിംഗിൾ നേതൃത്വം, ആ നേതൃത്വത്തിൽ ഇസ്ലാമിക പ്രവർത്തകർ ഒരുമിച്ച് കൂടുന്നു. അത്ഭുതപ്പെടുത്തിയ ഇസ്ലാമിക രാജ്യങ്ങൾ ഏകദേശം ഇന്നത്തെ ഒരു 10-60 രാജ്യങ്ങളോളം ആ ഒരു ഖലീഫയുടെ കീഴിൽ, അല്ലെ? 60 രാഷ്ട്രമല്ല,
സാബി, നമ്മൾ ചിന്തിക്കുമ്പോൾ ലോകത്ത് ഇന്ന് വരെ അത്തരമൊരു സാമ്രാജ്യം പോലും ഉണ്ടായിട്ടുണ്ടാവില്ല. ഇപ്പൊ നമ്മൾ റോമാ സാമ്രാജ്യം എന്ന് പറയും, പേർഷ്യൻ സാമ്രാജ്യം എന്ന് പറയും, ബ്രിട്ടീഷ് സാമ്രാജ്യം എന്നൊക്കെ പറയും. സൂര്യൻ അസ്തമിക്കാത്ത ബ്രിട്ടീഷുകാർ പോലും വെട്ടിപ്പിടിച്ചതിലപ്പുറം ഇസ്ലാമിക സംസ്കാരം നമുക്കറിയാം. ഇന്തോനേഷ്യയിലെ ജക്കാർത്ത തൊട്ടങ്ങ് നീണ്ടുകിടക്കുന്ന വിശാലമായ രാജ്യം, മഹാസമുദ്രവും ചെങ്കടലും ഉൾക്കടലും മെഡിറ്ററേനിയൻ കടലും കടന്നുകൊണ്ട് യൂറോപ്പിന്റെ ജിബ്രാൾട്ടർ വരെ നീണ്ടുകിടക്കുന്ന ഈ വലിയ സാമ്രാജ്യം, ഇതൊക്കെ ഇസ്ലാമിക ദഅവത്ത് നടത്തുന്ന ആള് തന്നെയാണ് ഭരിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയവും പ്രബോധനവും ഒരുമിച്ച് കൊണ്ടുപോയി സംഗമിച്ചു കൊണ്ടുപോയി എന്നത് തന്നെയാണ് ഈ ഒരു ദഅവി പ്രവർത്തനത്തിന്. അതുകൊണ്ട് തന്നെ അക്കാലഘട്ടത്തിൽ ഭൂഖണ്ഡങ്ങളും ആഫ്രിക്കയുണ്ട്, ഏഷ്യയുണ്ട്, യൂറോപ്പുണ്ട്, എല്ലാം ഉണ്ട്, സ്പെയിനും എല്ലാം. ഈ സിസിലി അടക്കം കിഴക്കൻ യൂറോപ്പിലെ ബാൽക്കൻ രാജ്യങ്ങൾ, ബുൾക്കാനുകൾ അടക്കം ഈ ബുൾക്കാനിലെ മുഴുവൻ പ്രദേശങ്ങളിലും ഇസ്ലാമിക ദഅവത്ത് നടക്കുമ്പോഴും വളരെ സമചിത്തതയോടെ ദഅവി പ്രവർത്തനം നടത്തുന്നതോടൊപ്പം അവരൊക്കെ സൂഫികളായിരുന്നു. അപ്പോൾ ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ഭരണാധികാരികളെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാം, അവർ ഖാദിരിയ തരീഖത്തിന്റെ മുരീദുമാരായിരുന്നു. പലരും അവരുടെ കൂട്ടത്തിൽ ഷെയ്ഖുമാരായിരുന്നു. ഒട്ടോമൻ സാമ്രാജ്യത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം, അതുപോലെ നക്ഷബന്ദി തരീഖത്തുകാർ, സുഹ്റവർദി തരീഖത്തുകാർ, ഇങ്ങനെ തുടങ്ങി ഓരോ തരീഖത്തിന്റെയും മശായിഖുമാരായിട്ടും അവരുടെ ഷെയ്ഖുമാരെ അനുസരിക്കുന്ന സുപ്രധാന മുരീദുമാരായിട്ടും, എത്രത്തോളം അവർ ഭരണത്തിൽ പോലും ഒരു നിർണായകമായ തീരുമാനമെടുക്കണമെങ്കിൽ അവരുടെ മശായിഖുമാരോട് ചോദിച്ചുകൊണ്ട് തീരുമാനമെടുത്തതായിട്ടൊക്കെ നമുക്ക് കാണാം ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ. അപ്പൊ ഇങ്ങനെ വിശാലമായ കാഴ്ചപ്പാടോടുകൂടെ ഒരു സംഘടനയുടെ ആവശ്യമില്ലാതെയാണ് മുന്നോട്ട് വരുന്നത്. പിന്നീട് ബ്രിട്ടീഷുകാരുടെയും അതുപോലെ തന്നെ ലോക മഹായുദ്ധങ്ങളിലൂടെ ഇസ്ലാമിക ഖിലാഫത്തിനെ തകർത്ത് തരിപ്പണമാക്കിയപ്പോൾ സ്വാഭാവികമായി ഇസ്ലാമിക ദഅവത്തിന് വേണ്ടി പല സംഘടനകളും ഉണ്ടാക്കേണ്ടി വന്നു. പറഞ്ഞ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത്, ഇപ്പൊ പോർച്ചുഗീസുകാരും ബ്രിട്ടീഷുകാരുടെ ഒക്കെ കുതന്ത്രമായിരുന്നു ഇതിന്റെ പിന്നിൽ നമ്മുടെ അതെ, അതിൽ തന്നെ ഇപ്പൊ ഫലസ്തീനും ഇസ്രായേലും തമ്മിൽ തന്നെ ആ ഒരു വിഷയം ഉണ്ടായിരുന്നല്ലോ. ഓട്ടോമനെ മഹായുദ്ധത്തിൽ തകർക്കാനാണ് ഇസ്രായേലിന്റെ തകർക്കുമ്പോൾ അവരോട് പറയണേ, നിങ്ങൾ ഇവിടുന്ന് മക്കയിലെ ഷെരീഫ് കുടുംബത്തോട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ നിന്ന് ഭരണം ഒഴിവാക്കി പോവുകയാണെങ്കിൽ ജോർഡാനിന്റെ ഭരണം നിങ്ങൾക്ക് തരാം, അതോടൊപ്പം പാലസ്തീന് നിങ്ങൾക്ക് തരാം. ഇങ്ങനെ ഓരോ വാക്തത്വങ്ങൾ നൽകിക്കൊണ്ട് രണ്ട് വിഭാഗത്തെയും അട്രാക്ട് ചെയ്തുകൊണ്ട് പരസ്പരം ഡിവൈഡ് ആൻഡ് റൂൾ പോളിസിയിലൂടെ പരസ്പരം തെറ്റിച്ചുകൊണ്ട് നമീമത്ത് പരത്തിക്കൊണ്ടായിരുന്നു ബ്രിട്ടീഷുകാരുടെ ഈ രംഗപ്രവേശം. അതുകൊണ്ട് നമ്മൾ പറഞ്ഞ പോലെ സഈദ വംശജരുടെ പന്തലിൽ നിന്ന് തുടക്കം കുറിച്ച ഖിലാഫത്ത് അവസാനമായി ഇസ്തംബൂളിന്റെ മണ്ണിൽ തകരുന്നത് വരെ ഈ ഒരു ഖിലാഫത്ത് ഉള്ളത് കൊണ്ട് സംഘടന എന്ന രീതിയിൽ ഒരു ദഅവത്തിലേക്ക് ഇപ്പൊ കേരളത്തിൽ എന്ന ഖിലാഫത്ത് ഇപ്പോ ബ്രിട്ടീഷ് ഭരണം നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നമ്മൾ ഖിലാഫത്ത് ലഹള നടന്നു. എന്തിനാ ഖിലാഫത്ത് ലഹള നടക്കുന്നത്? ബ്രിട്ടീഷുകാരുടെ കുതന്ത്രത്തിൽ ഖിലാഫത്തിനെതിരെ ചില സമരങ്ങൾ നടത്തപ്പോൾ സ്വാഭാവികമായും ഉസ്മാനിയക്കാരെ പിന്തിരിപ്പിക്കാൻ വേണ്ടി അവരെ ബയണറ്റുകളും തോക്കുകളും ഉപയോഗിച്ചുകൊണ്ട് നശിപ്പിക്കുന്ന വിഭാഗത്തിനെതിരെ നാം യുദ്ധം ചെയ്യണമെന്ന ഒരാശയം അന്ന് ആലി മുസ്ലിയാരും വാരിയംകുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജിയും അതുപോലെ തന്നെ ഖാദർ സാഹിബും ലവക്കുട്ടിയും ഒക്കെ ഈ ഒരു ആശയം മുന്നോട്ട് വെക്കുകയും അങ്ങനെയാണ് ഖിലാഫത്തിന്റെ ചർച്ചകൾ വരുന്നത്. അന്ന് നമ്മുടെ പണ്ഡിതന്മാർക്കിടയിൽ പലരും അഥവാ ബ്രിട്ടീഷുകാരുടെ കൈകളിൽ നിന്ന് ഇന്ത്യ മഹാരാജ്യം മോചിപ്പിക്കണമെന്ന ആ ഒരു ചിന്തയോടെ പോരുന്ന ആ ഒരു സമരം തെറ്റാണോ ശരിയാണോ പണ്ഡിതോചിതമായ ചർച്ചകൾ നടന്നിട്ടുണ്ട്, പല സംവാദങ്ങളും നടന്നിട്ടുണ്ട്. ആലിമീങ്ങൾ വിവിധ കാഴ്ചപ്പാട് ആ വിഷയത്തിൽ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ വ്യത്യസ്ത പണ്ഡിതന്മാർ പല രീതികളിലായും പ്രവർത്തിച്ചു. പിന്നീട് 900-ന്റെ തുടക്കത്തിൽ ജമാലുദ്ദീൻ അഫ്ഗാനിയും റഷീദ് റിളയും മുഹമ്മദ് അബ്ദുവും ഒക്കെ ചില കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെക്കുകയും അവർ ഇസ്ലാമിക സംഘടനാ പ്രവർത്തനത്തിന് ചില യൂറോപ്യൻ മാതൃകയിൽ, ഇപ്പൊ ജമാലുദ്ദീൻ അഫ്ഗാനിയെ നമുക്കറിയാം, അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ വളർന്നയാളാണെങ്കിലും പാരീസിലാണ് വളർന്നത്. അപ്പൊ അദ്ദേഹം ഫ്രാൻസിന്റെ ചില സംസ്കാരങ്ങൾ ഉൾക്കൊണ്ടു. അങ്ങനെ അവിടെയുള്ള ക്രൈസ്തവ മിഷണറി പ്രവർത്തനം ഒരു സംഘടനാ തലത്തിൽ പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി, ട്രഷറർ, വൈസ് പ്രസിഡന്റുമാർ, ജോയിന്റ് സെക്രട്ടറിമാർ എന്ന ചില
സംവിധാനങ്ങൾ അദ്ദേഹം കണ്ടറിയുകയാണ്. അങ്ങനെ കണ്ടറിഞ്ഞുകൊണ്ട് ഇത് ഇസ്ലാമിലേക്ക് പകർത്താൻ ഇവർ തുടങ്ങുന്നു. ഇപ്പൊ കേരളത്തിലേക്ക് ഐക്യസംഘം അല്ലെങ്കിൽ വഹാബി പ്രസ്ഥാനം കടന്നു വന്നതിനെ കുറിച്ചുള്ള ഒരു ചർച്ച വരുമ്പോൾ നമ്മൾ ഒരിക്കലും മനസ്സിലാക്കരുത് നജ്ദിന്റെ വരണ്ട ഭൂമിയിൽ നിന്നായിരുന്നില്ല കേരളത്തിലേക്ക് വഹാബിസം കടന്നു വന്നത്. മറിച്ച് അത് ഈജിപ്തിന്റെ ഖാൻ ഖലീലിലെ എല്ലാവിധ പരിഷ്കാരങ്ങളും നമുക്കറിയാം. ഈജിപ്തിലെ കൈറോ നഗരത്തിൽ ഹുസൈൻ പള്ളിയുടെ തൊട്ടടുത്തുള്ള ഖാൻ ഖലീൽ സ്ട്രീറ്റ് ഇന്നും പരിഷ്കാരത്തിന്റെയും സംസ്കാരത്തിന്റെയും ആഗോള സംസ്കാരത്തിന്റെയും കളിത്തൊട്ടിലാണ്. ആ കളിത്തൊട്ടിലായ ഖാൻ ഖലീലിന്റെ സംസ്കാരം ഉൾക്കൊണ്ടുകൊണ്ടാണ് ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും റഷീദ് റിളയുടെയും വീക്ഷണങ്ങളാണ് നമ്മുടെ കേരളത്തിലേക്ക് പോലും കടന്നു വന്നത്. അങ്ങനെ നമുക്കറിയാം ഈ കാലഘട്ടത്തിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇങ്ങനെ ചില സംഘടനാപരമായ ചലനങ്ങളും വന്ന ഘട്ടത്തിലാണ് ലോകത്ത് ഇസ്ലാമിക ദഅവത്തിനായി സംഘടനകൾ രൂപീകരിക്കാം എന്ന ആശയം വരുന്നത്. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് ഇസ്ലാമിന്റെ പേരിൽ ഉത്ഭവിച്ച സംഘടന ഏതാണ്? അതൊരു പഠന വിധേയമാക്കേണ്ട വിഷയമാണ്. ഇപ്പൊ ഞാൻ AI ചോദിച്ചു, നമ്മളെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനോട് അത് ചോദിച്ചപ്പോൾ ഇഖ്വാനുൽ മുസ്ലിമീൻ ആണെന്ന ഉത്തരമാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഈ മുസ്ലിം ബ്രദർഹുഡ് പക്ഷെ ആ ഒരു ആശയമേ വന്നിട്ടുള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ജമാലുദ്ദീൻ അഫ്ഗാനി റഷീദ് റിളയുടെ ചിന്തകളിൽ നിന്ന് വന്ന് അവർ ചില സംഘടനകളിലേക്ക് കടന്നു വരുന്നതോടൊപ്പം അന്ന് ലിബിയകളിൽ അതുപോലെ തന്നെ അൾജീരിയയിൽ ടുണീഷ്യയിൽ തുടങ്ങിയ ഭാഗങ്ങളിലൊക്കെ ചില സംഘടന അഥവാ ഈ ഒരു ഖിലാഫത്തിന്റെ പിന്നാലെ നിന്നിട്ടൊന്നും ഈ ദുർബലമായ ഖിലാഫത്തിന്റെ പിന്നാലെ നിന്നതുകൊണ്ട് നമുക്ക് ദഅവീ പ്രവർത്തനം സുഗമമായി നടത്താൻ സാധ്യമല്ല എന്ന ചിന്തകൾ യൂറോപ്പിൽ നിന്ന് കടമെടുത്ത രീതിയിൽ പല ഇസ്ലാമിക രാജ്യത്തും വന്നതായി കാണാം. മുസ്ലിം ബ്രദർഹുഡാണ് വന്നത് എന്ന് പറയപ്പെടുന്നെങ്കിലും അത് പിന്നീടാണ് അതിൻ്റെ ഒരു രൂപമൊക്കെ വരുന്നത്. അപ്പോൾ അന്ന് ചില സലഫി ചിന്താഗതി മുന്നോട്ട് വെച്ച ആളുകൾ അതൊരു തൻളീമിലേക്ക് ഒരു സംഘടനയിലേക്ക് കൊണ്ടുപോവുകയും അവർ അത് വിവിധ കേരളത്തിലേക്ക് തന്നെ 1920 കേരളത്തിൽ ആദ്യം വന്ന ഒരു മുസ്ലിം സംഘടന ഏതെന്ന് ചോദിച്ചാൽ ഐക്യസംഘമാണ്. ഐക്യസംഘം അഥവാ നമുക്കറിയാം ഖിലാഫത്ത് ലഹളയുടെ ഭാഗമായി ജയിലിലടക്കപ്പെട്ട ചില മൗലവിമാർ അവർ പിന്നീട് എറണാകുളം ഭാഗം അതുപോലെ കേരളത്തിന്റെ തെക്ക് ഭാഗം കേന്ദ്രീകൃതമായി അവരുടെ പ്രവർത്തന മണ്ഡലമാക്കി. അപ്പൊ രണ്ട് കുടുംബങ്ങൾക്കിടയിൽ യോജിപ്പിക്കാൻ വേണ്ടി അവർ സംഘടനകൾ ഉണ്ടാക്കി, അത് ഐക്യസംഘമാക്കി, പിന്നീട് അത് കേരള ജംഇയ്യത്തുൽ ഉലമയാക്കി മാറ്റി. അപ്പോൾ ഇങ്ങനെ വന്നപ്പോഴാണ് ഈ ഒരു സംഘടനാ പ്രവർത്തനം ഇസ്ലാമിലേക്ക് കൊണ്ടുവരുന്നത് ശരിയാണോ തെറ്റാണോ? ദീർഘമായ ചർച്ച നടന്നു. കാരണം പ്രവാചകരുടെ കാലത്തില്ലാത്തതാണ്, ഖുലഫാ ഉർ റാഷിദുകളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്തതാണ്, അമവിയകളുടെ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അഇമ്മത്തുൽ അർബഅയുടെ കാലഘട്ടത്തിൽ മുഹദ്ദിസുകളുടെ കാലഘട്ടത്തിൽ ഇല്ലാത്ത ഒരു സംസ്കാരം കൊണ്ടുവരുമ്പോൾ പണ്ഡിതോചിതമായ ചർച്ച നടന്നു. അവസാനം അങ്ങനെ വന്നപ്പോൾ അതിന് ഐക്യസംഘം ഒരു ആശയമായി വന്ന് കേരള ജംഇയ്യത്തുൽ ഉലമ വന്നപ്പോൾ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിക്കപ്പെട്ടു. അതുപോലെ തന്നെ പിന്നീട് 1940കളിലൊക്കെയായി ജമാഅത്തെ ഇസ്ലാമി വന്നു. അതുപോലെ തന്നെ ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമ വന്നു. അതുപോലെ വിവിധ സംഘടനകൾ. അപ്പം അങ്ങനെ ചോദിച്ച കേരളത്തിലെ ഏറ്റവും ആദ്യത്തെ സംഘടന അല്ലെങ്കിൽ ലോകതലത്തിലെ ഏറ്റവും ഇസ്ലാമിലെ ഏറ്റവും ആദ്യത്തെ സംഘടന ഏതെന്ന് ചോദിക്കുന്നതിന് കൃത്യമായ ആൻസർ നമുക്ക് പറയാൻ സാധ്യമല്ല. എന്നാലും ടുണീഷ്യയിലും അൾജീരിയയിലും ലിബിയയിലും മൊറോക്കോയിലും ഒക്കെ ചില ഇസ്ലാമിക സംഘടനകൾ അന്നേ തലപൊക്കിയിരുന്നു എന്ന് കാണുന്നു. അത് ബ്രദർഹുഡിന്റെ ആശയമായിരുന്നു എന്നും പലരും അഭിപ്രായപ്പെടുന്നു. ഏതായാലും ഉസ്താദ് പറയുമ്പോൾ അടിവരായിട്ട് പറയാനുള്ളത്, ഉസ്താദ് AI നോക്കിയിട്ട് പറഞ്ഞു പറയുമ്പോൾ ചില ആളുകൾ ചിലപ്പോൾ തെറ്റിദ്ധരിച്ചേക്കാം AI നിന്നാണ് ഉസ്താദ് പഠിക്കുന്നത്. ശരിക്കും ഉസ്താദ് ഒരുപാട് ഗ്രന്ഥങ്ങൾ ഏത് സംഘടന എന്നുള്ള സെർച്ചിങ് ഇങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ട് ഇന്നത് എന്ന് വ്യക്തമായി നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ പേരിലും റഷീദ് റിളയിലൊക്കെ ഞാൻ ഇങ്ങനെ ഉറപ്പിക്കാൻ വേണ്ടി ഉസ്താദ് ഒരുപാട് ഗ്രന്ഥങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണല്ലോ ഈ വിഷയങ്ങൾ പഠിക്കുന്നത്. അൽഹംദുലില്ലാ. അപ്പൊ അതിന്റെ അടിസ്ഥാനത്തിൽ നോക്കിയപ്പോൾ ഞാൻ ഇതിനൊരു ആൻസർ നോക്കി പല നിലക്കും സെർച്ച് ചെയ്തപ്പോൾ പല രീതിയിലും കാണുന്നു. ഏതായാലും അതിനൊരു കൃത്യമായ ആൻസർ നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും ഇങ്ങനെയാണെന്ന്, അല്ലെങ്കിൽ ഇവരുടെ ചിന്ത ഈ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ റഷീദ് റിളയുടെ ഒക്കെ ചില പരിഷ്കാരങ്ങൾ ബാധിച്ച ചിന്തകളാണ് ഇതിന് തുടക്കമായത്. ഈ ആഗോള ഇസ്ലാമിക സംഘടനകളെ പറ്റിയിട്ടൊക്കെ ഇത്രയും ആഴത്തിലിറങ്ങി പഠിക്കുന്നത് എന്ത് റെഫറൻസിലാണ്, ഏത് ഗ്രന്ഥങ്ങളാണ്? അൽഹംദുലില്ലാ, അത്ലസുൽ മദാഹിബ് എന്ന് പറഞ്ഞ ഒരു ഗ്രന്ഥമുണ്ട്. ഷെയ്ഖ് സാമി മഖലൂസിന്റെ ഗ്രന്ഥമുണ്ട്. അതുപോലെ തന്നെ ഫിറഖുകളെ കുറിച്ച് പഠിക്കുന്ന ഗ്രന്ഥങ്ങളുണ്ട്. ഇന്ന് കേവലം ഒരു താരീഖ് മാത്രമല്ല,
ഓരോ പ്രസ്ഥാനവും എവിടെ നിന്നാണ് ഉത്ഭവിച്ചത്, അതിൻ്റെ നേതാക്കൾ എവിടെ നിന്നാണ് ഇക്കാര്യങ്ങൾ നമ്മോട് പറയുന്നത്, എവിടെ നിന്ന് അത് ഉത്ഭവിച്ചു എന്ന് വ്യക്തമായ പഠനം നടത്തുന്ന അത്ലസുൽ മദാഹിബ്, മദ്ഹബുകളുടെ അത്ലസ്, അതുപോലെ അത്ലസുൽ ഫിറഖ് എന്ന പേരിലൊക്കെ ധാരാളം പഠനങ്ങൾ അറബിക് ഗ്രന്ഥങ്ങളുണ്ട്. ഉബൈഖാനൊക്കെ പ്രസിദ്ധീകരിച്ച ധാരാളം ഗ്രന്ഥങ്ങളുണ്ട്. അതൊക്കെ വായിച്ചിട്ടാണ് അൽഹംദുലില്ലാ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്നെ പറഞ്ഞത്, എന്റെ സമൂഹം 73 വിഭാഗങ്ങളായിട്ട് മാറും. സതഫ്തരിഖു ഉമ്മത്തി ഇലാ 73 മില്ല എന്നാണല്ലോ. അപ്പോൾ ഇതിൽ ഏത് വിഭാഗമാണ് വിജയിക്കുക, ഏത് വിഭാഗമാണ് ഫിർഖത്തുൻ നാജിയ? അതായത് നമുക്കിപ്പോൾ കേരളത്തിൽ തന്നെ നോക്കുകയാണെങ്കിൽ സമസ്ത AP വിഭാഗം, സമസ്ത EK വിഭാഗം, ദക്ഷിണ കേരള ജമിയത്തുൽ ഉലമ, സംസ്ഥാനി, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, KNM, വിസ്ഡം, അങ്ങനെ തുടങ്ങി 900 സംഘടനകൾ കേരളത്തിൽ മാത്രം നമുക്ക് കാണാൻ കഴിയും. അപ്പൊ നബിതങ്ങൾ പറഞ്ഞ ആ ഒരു ഫിർഖത്തുൻ നാജിയ, ആ വിജയിക്കുന്ന വിഭാഗം ഏതാണ്? ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് ആ ഒരു സംഘടന, എങ്ങനെയാണ് നമ്മൾ തിരഞ്ഞെടുക്കുക? ആ വിജയിക്കുന്ന ഒരു സംഘടനയല്ലേ, അതെങ്ങനെയാണ് തിരഞ്ഞെടുക്കുക? നല്ല ചോദ്യമാണ്. സാധാരണക്കാരന് വളരെ പ്രയാസപ്പെടുന്ന ഒരവസ്ഥയാണ്. പക്ഷെ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, സതഫ്തരിഖു ഉമ്മത്തി ഇലാ 73 മില്ല. ബനൂ ഇസ്രായേലുകാർ 72 വിഭാഗങ്ങളായി പിരിഞ്ഞു, എൻ്റെ ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും എന്നതും സംഘടനയുമായി യാതൊരു ബന്ധവുമില്ല. ഈ 73 വിഭാഗമായൊക്കെ എന്നോ പിരിഞ്ഞിട്ടുണ്ട്. അതൊന്നും ഈ കാലഘട്ടത്തിലല്ല, അത് കാലങ്ങൾക്ക് മുമ്പേ. അഥവാ മുഅ്തസിലിയാക്കൾ, ഖദരിയാക്കൾ, ജബരിയാക്കൾ, ഷിയഇകൾ, സൈദിയാക്കൾ, ജഅഫരികൾ, ഖവാരിജികൾ തുടങ്ങി അന്ന് പിരിഞ്ഞ കാലഘട്ടത്തിൽ തന്നെ 73 വിഭാഗങ്ങളായി വ്യത്യസ്ത. അതിന് സംഘടനയെന്ന് നമ്മൾ ഉപയോഗിക്കില്ല, അത് ഫിർഖകളാണ്. അത് ഫിർഖ. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഈ സംസാരത്തിന്റെ തുടക്കത്തിൽ നമ്മൾ പറഞ്ഞു, കഷിത്വം വേറെ, സംഘടന വേറെ. ഇത് രണ്ടും രണ്ടായി തന്നെ നമ്മൾ മനസ്സിലാക്കണം. സംഘടന എന്നത് ഒരു ആശയത്തിന് വേണ്ടി, ഒരേ ആശയത്തിന് വേണ്ടി, ചിലപ്പോൾ ഒരേ ആദർശത്തിൽ വിശ്വസിക്കുന്നവർ പോലും വ്യത്യസ്ത സംഘടനകളായി ചിലപ്പോൾ പ്രവർത്തിക്കും. അതുകൊണ്ട് സമസ്ത EK, AP അല്ലെങ്കിൽ ഇതര വിഭാഗം, ഇതൊന്നും ഈ ഫിർഖകളിൽ പെട്ടതല്ല. ഫിർഖകളൊക്കെ ഏതോ കാലഘട്ടത്തിൽ തന്നെ വന്നു കഴിഞ്ഞു. അത് 73 ഏറെ ഏതോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ തന്നെ ആ വിഭാഗങ്ങൾ എന്നോ വന്നു. സംഘടന വേറെയായിട്ട് തന്നെ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ ഫിർഖൻ നാജിയ ഏതാണെന്ന് അള്ളാന്റെ ഹബീബ് തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മാ അന അലൈഹി വ അസ്ഹാബി, ഞാനും എൻ്റെ സഹാബത്തും ഏതൊരാശയത്തിലാണോ അവർ തന്നെയാണ് ഫിർഖൻ നാജിയ എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അഥവാ അഹ്ലുസ് സുന്ന വൽ ജമാഅ, സുന്നത്ത് ജമാഅത്ത്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, അഖ്വാലുഹു വഅഫ്ആലുഹു വതഖരീറാതുഹു വമാ ഹമ്മ ബിഫഇലിഹി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്കുകൾ, പ്രവർത്തനങ്ങൾ, അവിടുത്തെ മൗനാനുവാദങ്ങൾ, അവിടുത്തെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഉദാഹരണമായി ഇപ്പൊ നമുക്കറിയാം താസുആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തിട്ടില്ല. പക്ഷെ ഞാൻ എങ്ങാനും ജീവിക്കുമാണെങ്കിൽ അടുത്ത വർഷം ലഇൻ ബഖൈതു ഇലാ ഖാബിലിൻ ലഅസൂമന്ന താസിഅ, ഞാൻ താസുആ നോമ്പ് നോൽക്കുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വമാ ഹമ്മ ബിഫഇലിഹി, പ്രവാചകൻ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾക്കാണ് സുന്നത്ത് എന്ന് പറയുന്നത്. ജമാഅത്ത് എന്ന് പറയുന്നതോ ഹബീബിന്റെ നക്ഷത്ര തുല്യരായ ആ അനുയായികൾ. അപ്പൊ ഈ രണ്ട് വിഭാഗത്തെയും അനുസരിക്കുന്നവരാണ് മാ അന അലൈഹി അസ്ഹാബി, അവരാണ് ഫിർഖൻ നാജിയ. അപ്പോൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും സഹാബത്തിനെയും പിൻപറ്റുന്നു. അപ്പൊ ഇനി അത് ഏതാണ്? അപ്പൊ അതിന് വ്യത്യസ്ത കാഴ്ചപ്പാടുകളുണ്ട്. ഇപ്പൊ നമ്മൾ ഈ ഒരു സംഘടനാ സങ്കുചിതത്തിൽ മാറണം. അത് ഈ സംഘടനാ സങ്കുചിതത്തിന്റെ ചിന്താഗതിയിലേക്ക് പോകാതെ ഇതൊക്കെ വിശാലമായി ഉൾക്കൊള്ളുവാനും വിശാലമായി മനസ്സിലാക്കുവാനുമുള്ള ഒരു തൻ്റെ ഇടം നമുക്കുണ്ടാവണം. ഇപ്പൊ സുന്നത്ത് ജമാഅത്ത് അതാണ് സത്യം. അപ്പൊ അത് വ്യത്യസ്ത രീതിയിൽ അവതരിപ്പിക്കും. അപ്പൊ അതിനൊക്കെ ചില സംശയങ്ങളും ചില വിള്ളലുകളൊക്കെ ഉണ്ടാകും. അപ്പൊ അതൊക്കെ അള്ളാഹുവിന്റെ ഹബീബ് അങ്ങനെയല്ലേ. ഇപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു വിഭാഗത്തെ ഒരു യുദ്ധത്തിലേക്ക് അയച്ചു. അവരോട് പറഞ്ഞു, നിങ്ങൾ അസർ നിസ്കാരം അവിടെ എത്തിയിട്ടേ നിസ്കരിക്കാവൂ. അപ്പൊ ആ കൂട്ടത്തിൽപ്പെട്ട ഒരു വിഭാഗം ആളുകൾ ബാങ്ക് കൊടുത്ത സമയത്ത് തന്നെ അസർ നിസ്കാരം നിസ്കരിച്ചു. അവർ പറഞ്ഞു, ഏറ്റവും അഫ്ളലായ അമല് അതിന്റെ അവ്വല് വക്തിൽ നിർവഹിക്കലാണല്ലോ, ആദ്യ സമയത്ത് നിർവഹിക്കലാണല്ലോ എന്നായിരുന്നു അവരുടെ ന്യായം. മറ്റൊരു വിഭാഗം പറഞ്ഞു, അല്ല, അവിടെ എത്തിയിട്ട് നിസ്കരിക്കണമെന്നാണ് ഹബീബ് പറഞ്ഞത്. അപ്പൊ രണ്ടിനെയും ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിക്കുന്നു. അപ്പൊ ഇസ്ലാം എന്നാൽ അത് വിശാലമായ കാഴ്ചപ്പാടാണ്. ഇപ്പോ അതും ശരിയാണ്, ഇതും ശരിയാണ്. ഒന്ന് ശരിയാണെങ്കിൽ മറ്റൊന്ന് തെറ്റാവണമെന്ന് നിർബന്ധമില്ല. അതെ അതെ അതെ. ഇപ്പൊ ഞാൻ അടുത്ത കാലത്ത് നോക്കിയ എന്റെ രസകരമായ പഠനത്തിൽ വന്നൊരു സംഭവം, ഇമാം വാഖിദി തങ്ങൾ നമ്മളിപ്പോ ഫലസ്തീനിൽ നമ്മൾ കഹ്ഫ് ഗുഹ കാണാൻ വേണ്ടി പോയല്ലോ, ജോർഡാനിൽ നമ്മൾ ചെന്ന് അമ്മാൻ നഗരത്തിൽ
തഖീമിലൂടെ ചെന്ന് നേരെ അസ്ഹാബുൽ കഹ്ഫിന്റെ പള്ളിയും ഗുഹയും ഒക്കെ കാണാൻ വേണ്ടി പോയി. അപ്പൊ അതിന്റെ മുമ്പിലൊക്കെ ഒരു അരുവിയുണ്ട്. ആ അരുവിയിൽ ഇമാം വാഖിദി തങ്ങൾ വരികയും അവിടെ നിന്ന് ഉദു എടുത്തിരുന്നു എന്നൊക്കെ പറഞ്ഞ അദ്ദേഹത്തിന്റെ ഉദ്ധരൻ. ആ ഇമാം വാഖിദി തങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന്റെ സമതീർത്ഥ്യരായ പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ദജ്ജാലു ഹാദിഹിൽ ഉമ്മ, ദജ്ജാലു ഹാദിഹിൽ ഉമ്മ. അപ്പോൾ ചില ആളുകൾ, ഇപ്പോൾ ഇമാം ഇബ്നു ഹജർ തങ്ങൾ ചില ആളുകളെ കുറിച്ച് വാലുൻ മുളില്ലുൻ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഇതൊക്കെ ആ ഒരു അർത്ഥത്തിൽ എടുക്കാൻ കഴിയണം. അതൊക്കെ ഒരു വിവാദം നടക്കുമ്പോൾ ആ വിവാദത്തിൽ പരസ്പരം ദേഷ്യം പിടിക്കുമ്പോൾ ആ സമയത്ത് ഉദ്ധരിക്കുന്ന ചില കാര്യങ്ങളാണ്. അതിൻ്റെ അടുത്ത് ഇമാം വാഖിദി തങ്ങളെ തീരെ അംഗീകരിക്കാൻ പാടില്ല എന്നാ. ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ അടുത്ത് തെറ്റുകൾ പറ്റിയിട്ടുണ്ടാകും. അപ്പം കക്ഷിത്വം, ഇപ്പം ആദ്യ കാലഘട്ടത്തിൽ മദ്ഹബ് പക്ഷപാതിത്വം ഉണ്ടായിരുന്നു. അതെ, മദ്ഹബ് പക്ഷപാതിത്വം എത്രത്തോളം ഷാഫിഈ മദ്ഹബുകാർ ഹനഫി മദ്ഹബുകാർ തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. അതുപോലെ ഹംബലി മദ്ഹബുകാർ മാലിക്കി മദ്ഹബ് തെറ്റാണെന്ന് പറഞ്ഞിരുന്നു. ഈ മദ്ഹബിന്റെ പക്ഷപാതിത്വം ശക്തമായി നടന്നുകൊണ്ടിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. പണ്ഡിതന്മാർ പറഞ്ഞു 4 ഇമ്മത്തും ശരിയാണ്, എല്ലാവരും ഫിർഖ നാജിയയിൽപ്പെട്ടവരാണ്. അപ്പൊ നമ്മൾ മനസ്സിലാക്കി 4 കാലിലൂടെ മുകളിലാണ്, ഒരേ വഴിയിലേക്കാണ് എത്തുന്നത് എന്ന രീതിയിൽ അത് വേറൊരു വിഷയമാണ്. നമുക്ക് അതിനെ വിശാലമായി പിന്നീട് ചർച്ച ചെയ്യാം. അപ്പൊ അതൊരു സ്കൂളാണ്, അത് സ്കൂൾ ഓഫ് തോട്ട്സ് ആണ്. ആ ചിന്താഗതികളുടെ സ്കൂളുകളാണ്. ആ സ്കൂളിലേക്ക് ഒരേ ലക്ഷ്യത്തിലേക്ക് പോകുന്ന വിവിധ വഴികളുണ്ടാകും. ഒരു സ്വാഭാവികമായിട്ട് ആളുകൾക്ക് തോന്നുന്നു നമുക്ക് എന്തിന് ഈ മദ്ഹബുകൾ ആവശ്യമാണ്. അപ്പൊ അതിൽ റസൂലുള്ളാഹിന്റെ ഒരു നല്ല രസകരമായ ഒരു മാതൃക ഉണ്ട്. നമ്മൾ ഈയിടെ സഹ്ബ അണക്കെട്ട് സന്ദർശിച്ചല്ലോ. അതെ, ഖൈബറിലേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ സഹ്ബ അണക്കെട്ട് സന്ദർശിച്ചു. അത് സദ്ദുൽ ബിന്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന സദ്ദുൽ മഅരിബ് അഥവാ യമനിലെ മഅരിബ് അണക്കെട്ടിനോട് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞ ആ ഒരു സദ്ദുൽ മഅരിബിനോട് തത്തുല്യമായ രീതിയിൽ ഇവിടെ സമൂദിയൻ ഗോത്രത്തിൽ ഉണ്ടാക്കിയ അണക്കെട്ടാണ് സഹ്ബ അണക്കെട്ട്. ഈ സഹ്ബ അണക്കെട്ടിന്റെ അടുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയപ്പോൾ ഖൈബറിലേക്ക് ഏത് വഴിയിലൂടെ കടക്കണമെന്ന് അറിയാതെ ഇങ്ങനെ ഇരുന്നു. ആ സമയത്താണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദല്ലാളിനെ വിളിച്ചിട്ട് ഓരോ വഴികളെ കുറിച്ച് ചോദിക്കുക. അപ്പോൾ അവസാനം ആ ദല്ലാൾ ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ പോയാലും ഖൈബറിലെത്തും, ഇങ്ങനെ പോയാലും ഖൈബറിലെത്തും. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ചോദിക്കുകയാണ്, ഈ വഴിന്റെ പേരെന്താ? അപ്പോൾ ഒരു വഴിന്റെ പേര് മർഹബാണെന്ന് പറഞ്ഞു. മർഹബാണ് ഈ വഴിയുടെ പേര് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ പേര് നോക്കിയിട്ട് ആ പേരിനേക്കാളും ഈ പേരാണല്ലോ നല്ലത് എന്ന് മനസ്സിലാക്കി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു വഴി തിരഞ്ഞെടുത്തുകൊണ്ട് മർഹബ് അഥവാ സ്വാഗതം ചെയ്യുന്നു എന്ന രീതിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വഴി തിരഞ്ഞെടുക്കാം. അപ്പൊ ചില കാര്യങ്ങളിലൊക്കെ നമുക്ക് വ്യത്യസ്ത കാഴ്ചപ്പാടാണ്. ഇപ്പോൾ നമ്മളെ കേരളത്തിൽ തന്നെ പണ്ഡിതോചിതമായി എത്രയെത്ര ചർച്ചകൾ നടന്നിട്ടുണ്ട്. കുല്ലു മഹ്മൂദ്, ഇപ്പോൾ ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും പതി അബ്ദുൽ ഖാദർ മുസ്ലിയാരും അവർ രണ്ടുപേരും ദിവസങ്ങളോളം അല്ലെങ്കിൽ ഒരുപാട് പാതിരാവുകൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അല്ലാഹ് എന്നാണോ അല്ല എന്നാണോ പറയേണ്ടത്, അല്ലാഹ് എന്നാണോ പറയേണ്ടത്? അവസാനം എന്താണ്? കുല്ലുൻ മഹ്മൂൽ, എല്ലാം സാധ്യതയുള്ളതാണ്, പറയാം അല്ലാഹും പറയാന്ന് പറഞ്ഞിട്ട് പിരിയാ ചെയ്ത്. അതേപോലെ പഴയ കാലത്ത് ഉണ്ടായ സംശയം ഔത്തേ പള്ളി പുറത്തെ പള്ളി എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ. പള്ളിയുടെ അകംഭാഗം അകത്തെ പള്ളി എന്ന് പറയും. അതിന് നമ്മുടെ മലപ്പുറം ഭാഷയിൽ ഔത്തേ പള്ളി എന്ന് പറയും. അതിന്റെ സൈഡിൽ എന്തുണ്ടാവും? ചെരുവുകൾ ഉണ്ടാവും, പള്ളിയുടെ ചരു. അപ്പൊ ഒരു സഫ് പൂർത്തിയാകണമെങ്കിൽ അത് ഔത്തേ പള്ളിയിൽ മാത്രം നിന്നിട്ടാണോ സഫ് പൂർത്തിയാകേണ്ടത്, അതോ ഈ പള്ളിയോട് ചേർക്കപ്പെട്ട ചെരുവുണ്ടാവുമല്ലോ ആ ചെരുവ് കൂടി നിന്നുകൊണ്ടാണോ സഫ് എണ്ണേണ്ടത്? അതിന് ഭയങ്കര തർക്കങ്ങൾ നടന്നിട്ടുണ്ട്. വലിയ തർക്കങ്ങൾ കേരളത്തിലൊക്കെ നടന്നിട്ടുണ്ട്. അന്ന് പണ്ഡിതന്മാർ പറഞ്ഞു അത് സഹറായിലാകുമ്പോഴാണ് ഹദ്ദുള്ളത്, അല്ലാത്ത സ്ഥലത്ത് ഹദ്ദായി പരിഗണിക്കാൻ പറ്റൂല, അല്ല പറ്റും എന്നൊക്കെ പറഞ്ഞു. കുല്ലുൻ മഹ്മൂദ്, രണ്ടിലും സാധ്യത ഉണ്ട്. അങ്ങനെയൊക്കെ വിശാലമായ കാഴ്ചപ്പാട് ആ വിഷയത്തിലൊക്കെ നമ്മൾ വെച്ചു പുലർത്തും. മഹാനായ KV മുഹമ്മദ് മുസ്ലിയാരും ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിയാരും ഖുർആൻ പരിഭാഷ പറ്റുമോ പറ്റില്ലേ എന്ന വിഷയത്തിൽ വലിയ തർക്കം നടന്നു. സമസ്തയിൽ വലിയ തർക്കം. എന്നിട്ട് അവസാനം 2 തർക്കങ്ങൾ വന്നു. ആ തർക്കങ്ങൾ ഖുർആൻ പരിഭാഷപ്പെടുത്തിയാൽ ഖുർആന്റെ ഇഅ്ജാസ് നഷ്ടപ്പെടും. ഒരിക്കലും നമുക്ക് ഖുർആന്റെ ഇഅ്ജാസ് മനസ്സിലാക്കി കൊടുക്കാൻ പരിഭാഷപ്പെടുത്തിയാൽ സാധിക്കൂല എന്ന് പറഞ്ഞു. പരസ്പരം കാഫിറാൻ എന്നതുപോലെ KV മുഹമ്മദ് മുസ്ലിയാരെയും അതുപോലെ തന്നെ ഇതര പണ്ഡിതന്മാരെയും സദഖത്തുള്ള മുസ്ലിയാരൊക്കെ ആക്ഷേപിച്ചതായി കാണാം. അവസാനം ഞാൻ ഇപ്പോൾ ഈ അടുത്ത് കണ്ടൊരു ചരിത്രം, ഈ സദഖത്തുള്ള ഉസ്താദിനെ കാണാൻ വേണ്ടി KV ഉസ്താദ് വഫാത്തിന്റെ സന്ദർഭത്തിൽ വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ പറഞ്ഞതൊക്കെ പൊരുത്തപ്പെട്ട് തരണമെന്ന് ഒരു വഫാത്തിന്റെ മുമ്പ് പൊരുത്തപ്പെടിക്കുമ്പോൾ പറയണം.
അതിൽ നമ്മളൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. അതൊക്കെ നിങ്ങൾ ഹക്കാണെന്ന് വിചാരിക്കുന്ന കാര്യം നിങ്ങൾ പറയുന്നു, ഞാൻ ഹക്കാണെന്ന് വിചാരിച്ച കാര്യം ഞാൻ പറയുന്നു. ഇതൊക്കെ നിലപാടുകളാണ്. അപ്പോൾ നമ്മുടെ നിലപാട് പറയുക, അല്ലെങ്കിൽ ഒരു ആശയം, അല്ലെങ്കിൽ എനിക്ക് സത്യമാണെന്ന് തോന്നുന്ന ഒരു ചിന്താഗതി പരിശുദ്ധ ഇസ്ലാമിൽ അതാണ് സത്യമെന്ന് തോന്നുമ്പോൾ ഞാനത് പറയുന്നത് ഒരിക്കലും ഇത് എതിരായി പോകും അല്ലെങ്കിൽ അത് തെറ്റാണ് എന്നതിനർത്ഥമല്ല. അത് പണ്ഡിതോചിതമായ ഒരുപാട് തർക്കങ്ങൾ നടന്നിട്ടുണ്ട്, ഒരുപാട് ചർച്ചകൾ നടത്തിയിട്ടുണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ പൊന്നാനിക്കഴിയും കൊണ്ടോട്ടിക്കഴിയും അതിനെക്കുറിച്ച് വലിയ വാദപ്രതിവാദങ്ങൾ ദിവസങ്ങളോളം നടന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ നേരത്തെ പറഞ്ഞാൽ 1902 പോലും പണ്ഡിതന്മാർക്കിടയിൽ പല പല തർക്കങ്ങൾ. ഇപ്പൊ ദിക്റിൽ ആടുക, ഇതിനെക്കുറിച്ച് സുന്നി പണ്ഡിതൻ സമസ്തയുടെ ആലിമ്യങ്ങളിൽപ്പെട്ട ആളുകൾ തന്നെ ദിക്റിൽ ആടണമോ ആടണ്ടേ എന്ന തർക്കം വന്നിട്ടുണ്ട്. അതേ സ്ഥാനത്ത് 1965 സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഒരു ഫത്വ പുറപ്പെടുവിച്ചു. ദിക്റിലെ ആട്ടം അത് പ്രകൃത്യാ ഉണ്ടാകുന്ന ആട്ടത്തിന് പ്രശ്നമല്ല. അതേ സ്ഥാനത്തോ ഉണ്ടാക്കുന്ന ആട്ടങ്ങൾക്ക് പ്രശ്നമാണ്. അന്ന് TC മുഹമ്മദ് മുസ്ലിയാർക്കെതിരെ കോട്ടുമല ഉസ്താദും അതുപോലെ ശംസുലുലമയൊക്കെ തമ്മിലുള്ള വിഷയങ്ങളും ചർച്ചകളും ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വിശാലമായ ഒരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ഈ കക്ഷി മാത്രമാണ് സ്വർഗത്തിൽ, മറ്റേത് തെറ്റാണെന്നൊന്നും അക്കാലഘട്ടത്തിൽ ആരും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഞാൻ വലത്ത് നിന്ന് ഇടത്തോട്ട് ആടുന്നത് എനിക്ക് ഏറ്റവും നല്ലതാണ്. അത് നിന്റെ ദിക്ർ ചെല്ലുമ്പോൾ എനിക്ക് തബഈയായി അഥവാ പ്രകൃതിയാ വരുന്ന കാര്യമാണ് എന്നൊക്കെ ചർച്ചകൾ പണ്ഡിതോചിതമായ രീതിയിൽ കേരളത്തിൽ തന്നെ നടന്നു. ഇങ്ങനെ ലോക മുസ്ലിങ്ങൾ, ആഗോള മുസ്ലിങ്ങൾക്കിടയിൽ വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ. ഇതിലേതെങ്കിലും ഒരു കാഴ്ചപ്പാട് പറഞ്ഞ ആളൊക്കെ തെറ്റാണ്, ദജ്ജാലാണ്, കളവാണ്, അങ്ങനെയൊന്നും ശരിയല്ല. പണ്ഡിതന്മാരെങ്ങനെ തർക്കം നടക്കുമ്പോൾ പരസ്പരം പല പല തെറിയഭിഷേകവും പറയും. അപ്പൊ അത്തരം രംഗങ്ങളിൽ നാം സാധാരണക്കാരെ കയ്യിൽ കോലിട്ടിട്ട് അയാൾ തെറ്റാണ്, അയാൾ കാഫിറാണ്, അദ്ദേഹം നരകത്തിലാണ്, ആ സംഘടനക്കാരൊക്കെ നരകത്തിലാണെന്ന് വിധിക്കാനൊന്നും നമുക്ക് അവകാശമില്ല. അതൊക്കെ അള്ളാഹുവിൻ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നമുക്ക് പഠിപ്പിച്ചു തന്ന വിശാലമായി ഉൾക്കൊള്ളേണ്ട പല കാഴ്ചപ്പാടുകളുമുണ്ട്. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഉസ്താദ് പറഞ്ഞതിന്റെ ഒരു ആകത്തുക എന്ന് പറഞ്ഞാൽ ചുരുക്കത്തില് ഫിർഖത്തുൻ നാജിയ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ എല്ലാ സംഘടനകളും ഉൾപ്പെടും. അതായത് അന്ന് 73 വിഭാഗം അന്നേ ഫിർഖ ആയിക്കഴിഞ്ഞതാണ്. ഫിർഖ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ സംഘടനയായി നമ്മൾ മനസ്സിലാക്കരുത്. ആ ഫിർഖ എന്ന് പറഞ്ഞാൽ അത് നമ്മൾ പറഞ്ഞ ഖദരിയാക്കൾ, ജബരിയാക്കൾ, ഷിയാക്കളിലെ തന്നെ ഇതര വിഭാഗങ്ങൾ അഹ്ലുസുന്നയിലേക്ക് വന്നപ്പോൾ മുഅ്തസിലിയാക്കൾ തുടങ്ങി വ്യത്യസ്ത കാലഹരണപ്പെട്ടു പോയവരും അല്ലാത്തവരുമായ വ്യത്യസ്ത കക്ഷികൾ ആദ്യമേ ഉണ്ട്. അതിൽപ്പെട്ട ഫിർഖ നാജിയ അഹ്ലുസുന്ന വൽ ജമാഅ. ഇന്നത്തെ സംഘടന വേറെ, ഫിർഖ വേറെ. അതാണ് നമ്മൾ ഈ ഒരു സംസാരത്തിൽ പ്രധാനമായി മനസ്സിലാക്കേണ്ടത്. അതപ്പോ EK വിഭാഗം സമസ്ത മാത്രമാണ് സ്വർഗത്തിൽ, ബാക്കി ആ ഒരു തത്വത്തിലേക്ക് AP വിഭാഗം മുജാഹിദുമില്ല, അങ്ങനെ ആ ഒരു ചർച്ചയിലേക്ക് നമ്മൾ പോകുന്നതിലേറെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ ഫിർഖ അല്ല നമ്മളിപ്പോ ഈ പറയുന്നത് എന്ന് നമ്മൾ വേർതിരിച്ച് തന്നെ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും വേണമെന്നർത്ഥം. അതായത് അഹ്ലുസുന്ന വൽ ജമാഅ എന്ന് അവകാശപ്പെടുന്ന ഏത് വിഭാഗമാണെങ്കിലും, അത് സമസ്തയാണെങ്കിലും മുജാഹിദ് ആണെങ്കിലും തബ്ലീഗ് ആണെങ്കിലും, ഞാൻ പറയുന്നില്ല സമസ്ത ഇപ്പോ സുന്നത്ത് ജമാഅത്തിന്റെ പേരിൽ പ്രവർത്തിക്കുന്നവർ അത് ആരാണെങ്കിലും അവരൊക്കെ അത് അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത്. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ തേട്ടത്രേ ഉള്ളൂ. പഴയ ഈ കക്ഷിത്വമുണ്ടല്ലോ, ആ കക്ഷിത്വം വേറെ, സംഘടന വേറെ, അത് വേർതിരിഞ്ഞ് മനസ്സിലാക്കണം. സുന്നത്ത് ജമാഅത്ത് ഫിർഖ നാജിയയാണെന്ന് അള്ളാഹുവിന്റെ ഹദീസിലെ അമാ അന അലൈഹി വസാബി, അതുപോലെ ഖുലഫാഉർ-റാഷിദീങ്ങളുടെ അഖീദ അത് പിൻപറ്റുന്നവർ. അപ്പൊ ഷിയാക്കൾ അതിന്റെ പടിക്ക് പുറത്താണെന്ന് നമുക്ക് അവിടുന്ന് തന്നെ മനസ്സിലാവും. അതേ സ്ഥാനത്ത് തുടർന്ന് ഇങ്ങോട്ട് അയിമ്മത്ത് മദാഹിബുകൾ ഇവരൊക്കെ എല്ലാ മദ്ഹബും സത്യമാണ്. അശ്അരി ഇമാമും മാതുരീദി ഇമാമും, അതുപോലെ തന്നെ തൗഹീദ് വ്യത്യസ്ത തരീഖത്തുകാരുണ്ട്. ഇപ്പൊ നഖ്ശബന്ദിയ തരീഖത്തുകാരും അതുപോലെ ഇതര തരീഖത്തുകാരും തമ്മിൽ വാദം. നമുക്ക് അതെന്തായാലും ഒരു വീഡിയോ തരീഖത്തുകളെ പറ്റിയിട്ടും അഖായിദിന്റെ മസാഹിബുകളെ കുറിച്ചിട്ടും ഇൻഷാ അല്ലാഹ്. അപ്പൊ നേരത്തെ ഉസ്താദ് പറഞ്ഞല്ലോ, കെ വി ഉസ്താദ് അങ്ങനെ കാണാൻ വേണ്ടിട്ട് പോകുന്ന സമയത്ത് പറഞ്ഞു നിങ്ങൾ അതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ, നിങ്ങളുടെ ഇതാണ് നിങ്ങൾക്ക് ഹക്കാണെന്ന് തോന്നി, നമുക്ക് ഹക്കാണെന്ന് തോന്നി. തർക്കമുണ്ടാകുന്ന അവസരത്തിൽ കാഫിറാൻ എന്നൊക്കെ വിളിച്ചിട്ടുണ്ട്, പരസ്പരം അതൊക്കെ എന്ന് പറഞ്ഞ ആ ഒരു സമയത്തുള്ള ചർച്ചകൾ തങ്ങൾ വിശ്വസിക്കുന്നത് ഹക്കാണ്. പിന്നീട് ആ വിഷയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അതൊന്നും സാധാരണക്കാർ കോലിട്ടിളക്കേണ്ടതോ അതിൽ ഇടപെടേണ്ട വിഷയങ്ങളോ അല്ല എന്ന് സാരം. അപ്പൊ ഞാൻ ചോദിക്കുന്നത് കുറച്ചും കൂടി സെൻസിറ്റീവ് ആയിട്ടുള്ള ചോദ്യമാണ്. അതായത് അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമുക്ക് ഹക്കാണെന്ന് തോന്നിയത് കൊണ്ട് നമുക്ക് ചെയ്യും, അവർക്ക് ഹക്കാണെന്ന് തോന്നിയത് എല്ലാം അള്ളാഹുവിന്റെ അടുത്താണല്ലോ പറയുന്നത്, നമുക്കറിയില്ല ഏതായാലും. അപ്പോൾ ഒരു സുന്നിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് താൻ ചെയ്യുന്നത് 100% ശരിയാണ്, അതിലൊരു
വിശ്വാസത്തിൽ അചഞ്ചലമായ വിശ്വാസമാണുള്ളത്, ചാഞ്ചാട്ടമൊന്നുമില്ല. എന്നാൽ മുജാഹിദിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനും ഇതാണ് ശരി, അത്രക്കും സൂക്ഷ്മതയുള്ള ജീവിതമാണ് അദ്ദേഹം നയിക്കുന്നുള്ളത്. അദ്ദേഹത്തിനും അത് ശരിയാണ്, അദ്ദേഹത്തിന് സ്വർഗത്തേക്ക് പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ എല്ലാവർക്കും അവരവരുടേതാണ് ശരിയെന്ന് തോന്നുക. അപ്പൊ അതിൽ കുഴപ്പമുണ്ടോ? അങ്ങനെ ഞാൻ സുന്നി മുജാഹിദ് അത് ഇന്നത് ഹക്കാണ്, അത് ഹക്കല്ല, ചർച്ചയിലേക്ക് നമുക്ക് പോകാം. പക്ഷെ ഇപ്പൊ നമ്മൾ പറയുന്നത് അള്ളാഹു റസൂലും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ സ്വഹാബത്തിന്റെ ആ ഒരു ഫിർഖയായി മുന്നോട്ട് പോകുന്നത് ഹക്കാണ്. അപ്പോൾ ഓരോ സാധാരണക്കാരും അതും ശരിയാണ്, ഇത് സാധാരണക്കാരന്റെ വിഷയമല്ല, പണ്ഡിതോചിതമായി നമുക്ക് പിൻപറ്റാൻ പറ്റുന്ന ഒരു ആലിം, ആ ആലിം ഒരാശയം പറഞ്ഞാൽ ആ ആശയത്തിൻ്റെ പിന്നാലെ നമ്മൾ ഉറച്ചു നിന്നു എന്നതിൻ്റെ പേരിൽ അള്ളാഹു നമ്മളെ ശിക്ഷിക്കൂല. എത്രത്തോളം അത് ഹക്കായ രീതിയിൽ ദീനിന് എതിരല്ല എന്ന് നമുക്ക് ബോധ്യപ്പെടാത്ത കാലത്തോളം. ഇപ്പോൾ ചില വിഷയങ്ങൾ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഖുർആൻ പരിഭാഷ, ഇപ്പോൾ റസൂൽ ചെയ്യാത്ത കാര്യം, ഇപ്പോൾ അത് നമ്മൾ തുടക്കത്തിൽ തന്നെ കാണാം. പരിശുദ്ധ ഖുർആൻ ക്രോഡീകരിക്കുന്ന വിഷയത്തിൽ തർക്കങ്ങൾ ഉണ്ടായിരുന്നു. ഉമർ റളിയല്ലാഹു അൻഹു ഒരു ഇതും കൂടി. അപ്പോൾ നമുക്ക് അഥവാ അത് തെറ്റാണെന്ന് അറിയാതെ ഒരു ആലിം പറഞ്ഞത് കൊണ്ട് നമ്മൾ ചെയ്തത് കൊണ്ട് അള്ളാഹുവിന്റെ അടുത്ത് നമ്മൾ കുറ്റക്കാരാണ്. അത് പറഞ്ഞു തന്ന ആലിമിനായിരിക്കും കുറ്റം. അതെ, തഖ്വയുണ്ട് എന്ന് നമുക്ക് ബോധ്യപ്പെട്ട, അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെട്ട ഒരു ആലിം, ആ ആലിം ഒരു കാഴ്ചപ്പാട് അവതരിപ്പിച്ചു. ഇപ്പൊ ഖുർആൻ പരിഭാഷ നൽകി, ഉദാഹരണമായിട്ട് ഖുർആൻ പരിഭാഷ പറ്റുമെന്ന്, അല്ലെങ്കിൽ ഫസ്റ്റ് വിഷയത്തിൽ, തലാഖ് വിഷയത്തിൽ, മാസപ്പിറ വിഷയത്തിലൊക്കെ പഴയ കാലത്ത് പണ്ഡിതോചിതമായ ചർച്ചകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഈ വിഷയത്തിലൊക്കെ അപ്പൊ ഖുർആൻ പരിഭാഷ പറ്റുമെന്ന് കെ.വി. ഉസ്താദ് പറയുന്നു. അപ്പോൾ നമ്മൾ കെ.വി. ഉസ്താദിന്റെ ആ കാഴ്ചപ്പാട് ശരിയാണെന്ന് ഒരാൾ വിശ്വസിച്ചു, അല്ലെങ്കിൽ ശംസുൽ പറ്റൂല എന്ന് പറയും. ഇത് രണ്ടും തെറ്റാണെന്നൊന്നും ഇപ്പൊ പറയാൻ പറ്റില്ല. രണ്ടിൻ്റെതായ വീക്ഷണങ്ങളും അത് രണ്ടും ഒക്കെ എല്ലാം. ഇപ്പൊ കെ.വി. ഉസ്താദ് എന്തിനാ ഖുർആൻ പരിഭാഷപ്പെടുത്തുന്നത്? ആളുകൾ ഖുർആനിലേക്ക് അടുക്കട്ടെ, പഠിക്കട്ടെ എന്നാണ്, അത്രയെങ്കിലും അറിഞ്ഞോട്ടെ. പരിഭാഷ വേണ്ടെന്ന് എന്തിനാ ശംസുൽ ഉലമ പറയുന്നത്? ഇജാസ് നഷ്ടപ്പെടുമോ എന്ന അവരുടെ ഭയമാണ്. അപ്പൊ ഇത് രണ്ടും ശരിയാണ്. ഖുർആനിലേക്ക് സാധാരണക്കാർ വരണമെങ്കിൽ മലയാളം വായിച്ചിട്ട് ഖുർആനിലേക്ക് വരട്ടെ എന്നായിരുന്നു കെ.വി. ഉസ്താദിന്റെ കാഴ്ചപ്പാട്. അതേപോലത്തെ ശംസുൽ ഉലമയൊക്കെ പഠിച്ചോനെ ഈ ഖുർആൻ ഒരു ചെറിയ സംഭവമാണെന്നൊക്കെ ഈ സാധാരണക്കാർക്ക് തോന്നിപ്പോകുമോ ഞാൻ അതിനെ അനുകൂലിച്ച? അപ്പൊ ഇത് രണ്ടും ശരിയാണ്, നിസ്സാരാക്കി കാണേണ്ടതില്ല. ഇപ്പൊ ഖുർആൻ അതൊന്ന് ഉറപ്പിക്കും. അതായത് നമുക്ക് ഒരു മുഫ്തി ഒരു ഫത്വ നൽകിയ ഒരു വിഷയത്തിൽ നമ്മൾ അത് കേട്ട് നമ്മൾ ചെയ്തു, അതിൽ അഥവാ പിഴവുണ്ടെങ്കിൽ അതിന്റെ ഇത് ഏറ്റെടുക്കുന്നത് മുഫ്തിയാണല്ലോ. അദ്ദേഹം അത് അള്ളാഹുവിനെ കുറിച്ച് അദ്ദേഹം ഒരു ഇജ്തിഹാദ് ചെയ്ത് അത് പറഞ്ഞെങ്കിൽ അദ്ദേഹത്തിന് ഇജ്തിഹാദ്, നമുക്കറിയാം ഇജ്തിഹാദിന്റെ ബാബ് കൊട്ടിയടച്ചതും കൊട്ടിയടക്കപ്പെട്ടതും ഒക്കെ ചർച്ച വേറെയാണ്. അപ്പം അങ്ങനെ വളരെ വ്യക്തമായി പണ്ഡിതോചിതമായി അദ്ദേഹം പഠിച്ചു, അഇമ്മത്തിന്റെ കിതാബ് പഠിച്ചു, എന്നിട്ടാണ് അദ്ദേഹം എന്നോട് പറഞ്ഞത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ട ഒരു മുഫ്തിയായ ആലിം. ആ ആലിമിന്റെ ഹിസ്റ്ററി എനിക്കറിയാം. മുഫ്തി ആരാണ്, മുസ്തഫ്തി ആരാണ്, ഇത് നമ്മൾ പഠിക്കണം. ചോദിക്കുന്നവൻ മുസ്തഫ്തി, മുഫ്തി ഫത്വ കൊടുക്കുന്നവൻ. ഈ ഫത്വ കൊടുക്കുന്നവന് ഫത്വ കൊടുക്കുന്നതിന്റെ നിബന്ധനകളുണ്ടോ? അദ്ദേഹത്തിന് ഇൽമുണ്ടോ? അറബി ഭാഷയിലെ അദ്ദേഹത്തിന്റെ കഴിവ്, കിതാബിലെ അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്, അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ സൂക്ഷ്മത, തഖ്വ, വറഅ് എന്നീ വിഷയങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന മാനദണ്ഡങ്ങൾ, ആ മാനദണ്ഡങ്ങൾ നമുക്ക് സ്വീകരിക്കാവുന്നതാണെങ്കിൽ അദ്ദേഹം പറയുന്നത് അനുസരിച്ച് പിൻപറ്റിയത് കൊണ്ട് അദ്ദേഹത്തെ അള്ളാഹു ശിക്ഷിക്കില്ല. കാരണം ആ ആലിമിനെ പിൻപറ്റി, അതേ സ്ഥാനത്ത് ഒരു ആലിമാണ്, പക്ഷെ അയാൾ തമ്മാടിത്തരം ചെയ്യുന്ന ആളാണ്, അദ്ദേഹത്തെ പിൻപറ്റാൻ നമ്മൾ കാരണം അള്ളാഹുവിനെ ഏറ്റവും പേടിക്കുന്നവരാണ് അൽ ഉലമാ, ഉലമാക്കളാണ്. അപ്പൊ ആ ഉലമാനെ പിൻപറ്റാനാണ് നമ്മളോട് പറഞ്ഞത്. ഉലിൽ അംരി മിൻകും, നിങ്ങൾ അൽ ഉലമാ വറസത്തുൽ അംബിയാ. നമുക്ക് ഫാത്തിമ ബിബി റളിയല്ലാഹു അൻഹയോടാണ് ആ ഹദീസ് ആര് പറഞ്ഞു കൊടുക്കുന്നത്? സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നത് അല്ലേ? അനന്തരം ചോദിച്ച് ഫതക്ക് തോട്ടത്തിന്റെ പ്രശ്നം ചെയ്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ സിദ്ദീഖുൽ അക്ബർ തങ്ങളുടെ അടുക്കൽ വന്നിട്ട് ചോദിച്ച സമയത്താണ് സുലൈമാനു ദാവൂദ എന്ന പരിശുദ്ധ ഖുർആനിലെ സൂക്തം എടുത്തുകൊണ്ട് സയ്യിദത്തുന ഫാത്തിമ റളിയല്ലാഹു അൻഹ സിദ്ദീഖുൽ അക്ബർ തങ്ങളോട് ഫതക്കിനെ കുറിച്ച് സംസാരിച്ച സന്ദർഭത്തിലാണ് അൽ ഉലമാ വറസത്തുൽ അംബിയാ, അമ്പിയാക്കളിൽ നിന്ന് ഒരിക്കലും ദീനാറോ ദിർഹമോ അനന്തരമെടുക്കാൻ അവരുടെ അനന്തരാവകാശികൾക്ക് അധികാരമില്ല എന്ന ഹദീസ് മഹാനായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ ഉദ്ധരിച്ചപ്പോൾ ഫാത്തിമ റളിയല്ലാഹു അൻഹ വളരെ നഷ്ടം മുഴുവനും തനിക്ക് സംഭവിക്കുമെന്ന് കരുതിയിട്ട് പോലും ആ ഹദീസ് അംഗീകരിച്ചുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ മൗനിയായി എന്നൊക്കെ നമുക്ക് ഹദീസുകളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും വായിക്കാൻ സാധിക്കുന്നു. അപ്പോൾ തീർച്ചയായും പണ്ഡിതന്മാർ
അവർ അമ്പിയാക്കളുടെ പിൻഗാമികളാണ്. അവരെ നമുക്ക് ബോധ്യപ്പെട്ടാൽ പിൻപറ്റുന്നത് കൊണ്ട് യാതൊരു വിരോധവുമില്ല. പക്ഷെ നമുക്ക് ലാഹിറല്ലേ കാണാൻ കഴിയും, ബാത്തിനറിയാം. അത് നമുക്ക് അല്ലാഹു നമ്മൾ ലാഹിർ കൊണ്ടാണ് വിധിക്കുന്നത്, അള്ളാഹുവാണ് സറായിറുകളെ കൊണ്ട് അതിന്റെ രഹസ്യങ്ങളെ കൊണ്ട് വിവരിക്കുന്നത്. എന്നാലും ഒരു പണ്ഡിതോചിതമായ ഒരാളെ കുറിച്ച് നമ്മൾ വിലയിരുത്താൻ വേണ്ടിയുള്ള ഒരു ഇവാലുവേഷൻ പവർ നമുക്ക് ഉണ്ടാകണം എന്ന് മാത്രം. ഇൻഷാ അല്ലാഹ് ഏതായാലും നമ്മുടെ വിഷയത്തിലേക്ക് തന്നെ കടന്നു വരാം. ഉസ്താദ് ആദ്യമായിട്ട് പറഞ്ഞു ഇസ്ലാമിന്റെ ലേബിളിൽ ആദ്യമായിട്ട് തുടങ്ങിയ പ്രസ്ഥാനമാണ് ഇഖ്വാനുൽ മുസ്ലിമീൻ, മുസ്ലിം അങ്ങനെയാണെങ്കിൽ അതെ, അതേപോലെ ഇപ്പൊ നമുക്ക് അറിയേണ്ട സംഘടനകൾ 900 സംഘടനകളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സുന്നി ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, മുജാഹിദ്, KNM, മറ്റു സംസ്ഥയിലെ തന്നെ AP വിഭാഗം, സംസ്ഥാന, ദക്ഷിണ കേരളം. അപ്പോൾ ഇതൊക്കെ എന്നാണ് ഉണ്ടായത്? ഇതുണ്ടായതിന് പിന്നിലെ ചേതോ വികാരം എന്താണ്, പശ്ചാത്തലം എന്താണ്? ഇതിന് കൃത്യമായിട്ട് നമുക്കൊരു ഡീറ്റെയിൽ ആയിട്ടൊരു സ്റ്റഡി നടത്തണം. പിന്നീട് അടുത്തൊരു വീഡിയോ ചെയ്യാം. അത് ഓരോ സംഘടനകളും അത് വന്നതിന്റെ ചേതോവികാരം, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് വന്നത്, ഏത് വർഷമാണ്, ആരാണ് അത് പറഞ്ഞത്. ഇപ്പൊ പാകിസ്ഥാനിലെ പഠാൻകോട്ടിൽ വെച്ച് ഉത്ഭവിച്ച സംഘടന, അതുപോലെ തന്നെ സൗദി അറേബ്യയിലെ നജ്ദിൽ വെച്ച് ഉത്ഭവിച്ച ചിന്താഗതി, പിന്നീട് അതൊരു സംഘടനാ രൂപം കൊണ്ടത്, അതുപോലെ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെ ചിന്തകൾ, റഷീദ് റിളയുടെ ചിന്തകൾ, അത് അൽമനാർ തഫ്സീറിലൂടെ കേരളത്തിലേക്ക് വന്നത്. അങ്ങനെ കേരളത്തിലെ ഓരോ സംഘടനകൾ രൂപപ്പെട്ട വർഷമൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് വിശാലമായ ഒരു ഇന്റർവ്യൂവിൽ ചെയ്യാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് അതിൽ നമ്മൾ നിഷ്പക്ഷമായിട്ട്, ഒരു പക്ഷവും ആരെയും കുറച്ച് കാണിച്ചിട്ടോ ഒന്നുമല്ല, നിഷ്പക്ഷമായിട്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും എനിക്ക് മറ്റൊരു കാര്യം കൂടി ചോദിക്കാൻ വിട്ടുപോയത്, ഈ സംഘടനാ സങ്കുചിതത്തെ കുറിച്ച് ഉസ്താദിന് എന്താണ് പറയാനുള്ളത്? അത് ഇന്ന് കേരളം നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു വലിയ ക്യാൻസർ, ഈ കൊറോണയെക്കാളും വലിയൊരു അപകടമാണ്. സംഘടനാ സങ്കുചിതത്വം വരുമ്പോൾ സംഭവിക്കുന്നത് തൻ്റെ എതിരാളികൾ മുഴുവനും നരകത്തിലാണ്, താൻ മാത്രമാണ് സ്വർഗത്തിൽ എന്നൊരു ചിന്താഗതി വരുമ്പോൾ അസബിയത്തും ത്വായിഫിയത്തും ഒക്കെ ക്ഷണിക്കുന്നവനും അതിലേക്ക് വിളിക്കുന്നവനും എന്നിൽപ്പെട്ടവനല്ല എന്ന ഒരു സംഭവമൊക്കെ വരുമെന്ന് നമ്മൾ പേടിക്കേണ്ടത്. അതിൻ്റെ അർത്ഥം ഞാൻ ബിദഅത്തിനെ എതിർക്കണം എന്നല്ല, ബിദഅത്തുകാരായി തന്നെ കാണണം, കുഫിരിയത്തുള്ളവരെ കുഫിരിയത്തായിട്ട് കാണണം, അദബില്ലാതെ പിരിഞ്ഞു പോയവരെ അദബില്ലാത്തവരായിട്ട് തന്നെ കാണണം. പക്ഷേ അതിൻ്റെയൊക്കെ പേരിൽ എല്ലാവരെയും അടച്ചാക്ഷേപിക്കുക, എല്ലാവരും നരകത്തിലാന്ന് പറയാ, ഞാൻ മാത്രമാണ് സ്വർഗത്തിൽ പോകുക. അങ്ങനെ പറഞ്ഞ അള്ളാന്റെ സ്വർഗ്ഗം എത്ര വിശാലമാണ് ഇല്ലേ? ജന്നാത്തിൽ ആകാശഭൂമിയെക്കാളും വിശാലമായ സ്വർഗം അല്ലേ? എന്ന് ഓതിയപ്പോഴാണല്ലോ ബഹിൻ എന്ന് പറഞ്ഞുകൊണ്ട് സഹാബാക്കളൊക്കെ വാളെടുത്തുകൊണ്ട് യുദ്ധത്തിലേക്ക് എടുത്തു ചാടിയത്. ഈ പ്രവിശാലമായ ആകാശഭൂമിയോളം വിശാലമായി വരുന്ന സ്വർഗത്തിൽ ഞാനും എൻ്റെ കെട്ടിയോളും ഒരു തട്ടാനും മാത്രം എന്നൊരു ചിന്താഗതിയൊന്നും ഒരിക്കലും ശരിയല്ല. കേരളത്തിലുള്ള കുറച്ച് ആളുകൾ മാത്രമാണ് ശരി, മറ്റുള്ളവരൊന്നും ശരിയല്ല. അതുകൊണ്ട് കേരളത്തിലുള്ളവർക്ക് മാത്രമാണ് ഇത്രയും ഫിർഖന്നാജിയ, അതിൽപ്പെട്ട ആളുകളൊക്കെ സ്വർഗത്തിൽ. പിന്നെ അള്ളാഹു നമുക്ക് റഹ്മാനാണ്, റഹീമാണ്, ഗഫൂറാണ്, വദൂദാണ്, അതോടൊപ്പം ജബ്ബാറാണ്, ഖഹാറാണ്, അതേപോലെ അള്ളാഹു അടക്കി ഭരിക്കുന്നവരാണ്, മാലിക്കാണ്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. ഹൗഫിന്റെയും റജാഇന്റെയും ഇടയിൽ നമ്മൾ ജീവിക്കുമ്പോൾ ആ തഖ്വയാണ് നമ്മുടെ അടിസ്ഥാനം. തഖ്വ, ആ തഖ്വൽ ഇലാഹി മദാറു കുല്ലി സആദതി വതിബാഉ അഹ്വാ റഅസു ശർരി ഹബായില. എല്ലാ കെണിവലകളുടെയും അടിസ്ഥാനം അത് നമ്മുടെ ദേഹേച്ഛയും തഖ്വ, നമ്മുടെ ആത്മസംസ്കരണം, അതാണ് നമ്മുടെ വിജയത്തിന്റെ മദാറു കുല്ലി സആദതി, എല്ലാവിധ വിജയത്തിന്റെയും അടിസ്ഥാനം. അത് നമ്മൾ മനസ്സിലാക്കുക. എന്നിട്ട് എല്ലാവരും നമ്മളെ അംഗീകരിക്കാത്തവൻ, ഞാൻ പറഞ്ഞത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ഒരു സംഘടന തെറ്റ് ചെയ്താൽ അത് ന്യായീകരിക്കുക, മറ്റുള്ളവർ അങ്ങനെയൊന്നും നമ്മൾ കാണാൻ പാടില്ല. അങ്ങനെ ഒരു ഇടുങ്ങിയ സങ്കുചിതത്തിലേക്ക് നമ്മൾ പോകരുത്. അതിന്റെ അർത്ഥം നമ്മൾ സംഘടന അടിമപ്പെടരുത്, പണയപ്പെടുത്തരുത് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരേ ചിന്താഗതിയിൽ ഇപ്പൊ അഹ്ലുസുന്ന വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്ത് എന്ന് പറഞ്ഞാൽ വിശാലമായ ഒരു കാഴ്ചപ്പാടാണ്. ആ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ആരിപ്പോ ഒരു സംഘടന എന്ന നിലക്ക് നമ്മളൊരു കക്ഷിയുടെ കൂടെ നിൽക്കുന്നു, അവരെ നമ്മൾ പ്രവർത്തിക്കുന്നു, അതിലൊക്കെ ഹക്കുണ്ടാകും, ദഅവത്ത് ഉണ്ടാകും. പക്ഷെ ഇതൊക്കെ ഒരു വിശാലമായ, പഴയ കാലത്തൊന്നും അത് ഉണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇപ്പൊ സമസ്തയിൽ തന്നെ പ്രവർത്തിച്ച പതി അബ്ദുൽ ഖാദർ മുസ്ലിയാർ സമസ്തയുടെ പടവാളായിരുന്നു. അദ്ദേഹവും ശംസുൽ ഉലമയും തമ്മിൽ വാദപ്രതിവാദം നടന്നു. KV ഉസ്താദും ശംസുൽ ഉലമയും തമ്മിൽ വാദപ്രതിവാദം നടന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് എന്തെങ്കിലും ഒരു ആശയം അങ്ങ് പറയുമ്പോഴേക്ക് അതാണ്ട് പിരിഞ്ഞങ്ങ് പോവുകയാണ്. എന്നിട്ട് മറ്റുള്ളവർ തെറ്റ്, ഞാൻ മാത്രം ഹക്ക്. ആ ഒരു രീതിയൊക്കെ മാറുന്നത് നല്ലതാണ്. വല്ലാത്തൊരു സങ്കടകരമായ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാൽ പലർക്കും
ദീനിനെ വളർത്തുന്നതിനേക്കാളും ആവേശമുള്ളത് സംഘടനയെ വളർത്തുന്ന ആ ഒരു ശൈലി അതെന്തോ സംഘടന കൊണ്ടുവരുന്ന ഒരു അപജയത്തിൽപ്പെട്ടതാണ്. ലികുല്ലി ഖബീലത്തിൻ അമീറുൻ വ മിമ്പറു എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്. എല്ലാ കബീലക്കും ഒരു അമീറുണ്ട്, ഒരു മിമ്പറുണ്ട്. എന്നിട്ട് ആ മിമ്പറിൽ നിന്ന് ആ അമീർ പറയുന്നത് മാത്രമാണ് സത്യം എന്ന് പറയുന്ന അതേക്ക് അള്ളാഹുവിൻ്റെ ഹബീബിനെ ഉമ്മത്തിനെ മൊത്തം ഫിറഖുകളും ഷിയകളുമായിട്ട് മാറ്റുകയും എന്നിട്ട് അസബിയത്തിലേക്കും ത്തിലേക്കും കൗമീയത്തിലേക്കും നയിക്കുകയും ക്ഷണിക്കുകയും ചെയ്യുന്ന ഒരു തറവാട്, ആ തറവാട്ടുകാർ വിശ്വസിക്കുന്നത് മാത്രമാണ് ഹക്ക്, മറ്റേ തറവാടുകാർ പറയുന്നത് ഒക്കെ തെറ്റാണെന്നൊക്കെ പറയുന്ന രീതി, അതൊക്കെ ഒന്നുകൂടി വിചാരണ ചെയ്യണം. അങ്ങോട്ടൊന്നും നമ്മൾ പോകരുത്. മറിച്ച് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് വിശാലമായ കാഴ്ചപ്പാടാണ്. ഞാൻ മനസ്സിലാക്കുന്ന ഉസ്താദ് പറഞ്ഞ പോലെ തന്നെ നമ്മളെല്ലാവരും മുത്തവസ്ഥിതാണ്. ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ മറ്റേ വിഭാഗത്തെ മൊത്തമായിട്ട് അടച്ചാക്ഷേപിച്ചുകൊണ്ട് പറയാണ് പുത്തനാശയമാണ്, പുതിയ ചിന്താഗതിയാണ്, അല്ലെങ്കിൽ ആ നൂതനമായ ചിന്താഗതി എന്നൊക്കെ പറഞ്ഞിട്ട് മൊത്തത്തിൽ ബിദഅത്താക്കി കാണിക്കുക. മറ്റൊരു വിഭാഗം ഇപ്പുറത്തുള്ള മൊത്തത്തിൽ അവർ മുശ്രിക്കീങ്ങളാണ്, കുബൂരികളാണ്, ഖുറാഫികളാണെന്ന് പറയാ. രണ്ടിലും എക്സ്ട്രീമിസം ആവുക, ഇത് രണ്ടും പ്രശ്നമാണ്. ഈ എക്സ്ട്രീം ലെവലിലേക്ക് നമ്മൾ പോകുന്നതാണ് ഈ പ്രശ്നം വരുന്നത്. ഇപ്പൊ ഞാൻ ഓർക്കുന്നത് ഒരു ചരിത്രം പെട്ടെന്ന് ഓർമ്മ വന്നത്, ഇമാം സുഹരി തങ്ങൾ ഒരു സദസ്സിൽ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ അമവി ഭരണാധികാരികളിൽപ്പെട്ട പരമ്പരാഗതമായി വന്ന ഒരുപാട് ആളുകളുമുണ്ട്. അല്ല, ഹജ്ജാജ് ഇബ്നു യൂസുഫ് അല്ല, യസീദ്, അതുപോലെ തന്നെ അതിനുശേഷം ഇവരെല്ലാവരും ഇരിക്കുന്ന ഒരു വേദിയിൽ ഇമാം സുഹരി തങ്ങൾ ഇങ്ങനെ ഇരിക്കുക. ആ സമയത്ത് ഈ ഇരിക്കുന്ന ഭരണാധികാരികൾ മുഴുവനും അലി റളിയല്ലാഹുവിന് എതിരാണെന്ന് ആർക്കറിയാം? ഈ വന്ന് ചോദിക്കുന്ന ആൾക്കറിയാം. അങ്ങനെ സുഹരി തങ്ങളോട് പറഞ്ഞു, പരിശുദ്ധ ഖുർആനിൽ ഒരായത്തുന്നുണ്ടല്ലോ, ആ ആയത്തിൽ എന്താണ് പരാമർശിക്കുന്നത്? കളവുമായി വരുന്ന ആള് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അലിയല്ലേ എന്ന് സുഹരി ഇമാമിനോട് പറയാൻ വേണ്ടി പറയാണ്. സുഹരി ഇമാമിനോട് പറഞ്ഞു, നിങ്ങൾക്ക് അത് തരാം, ഇത് തരാം, നിങ്ങളൊന്ന് പറയുമോ, നിങ്ങൾ അലിയാണ് ആ ചെയ്തത് എന്ന് പറയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇമാം സുഹരി തങ്ങൾ പറഞ്ഞു, എന്നെ കൊന്നാലും ഞാൻ അങ്ങനെ ഒരിക്കലും പറയുകയില്ല. കാരണം യൂഫൂന ബിന്നദിരി വയഖാഫൂന യൗമൻ കാന ശർറുഹു മുസ്തതീറ വയുത്ഇമൂന അത്അമ അലാ ഹുബ്ബിഹി മിസ്കീനം വയതീമൻ വഅസീറ ഇന്നമാ നുത്ഇമുകും ലിവജ്ഹില്ലാ ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറ. ഇമാം സുഹരി തങ്ങൾ പറയാണ്, ഈ ആയത്തിൽ പരാമർശിച്ചത് സയ്യിദന അലി റളിയല്ലാഹുവിനെ കുറിച്ചാണ്. നിങ്ങളാകുന്ന ഭരണാധികാരികൾക്കെതിരെ അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹു വാളെടുത്തിട്ടുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ കൂടെ നിൽക്കുന്നു എന്ന പേരിൽ ഞാൻ ഒരിക്കലും കക്ഷിത്വം പറയില്ല. ഞാൻ അലിയുടെ ഷിയ അല്ല, ഞാൻ ഒരിക്കലും ഷിയ അല്ല. പക്ഷേ ഒരു കാര്യം, നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ ഭരണത്തിനൊരു അടിസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരിക്കലും പണ്ഡിതോചിതമായ ഫത്വ പുറപ്പെടുവിക്കാൻ ഞാൻ റെഡിയല്ല. നിങ്ങൾ പറഞ്ഞ പോലെ ഈ നബ കൊണ്ട് ചീത്തയായ വാക്കുകളെ കൊണ്ട് വന്ന ആള് ഒരിക്കലും അലി റളിയല്ലാഹു അൻഹു അല്ല, അത് വലീദ് ഇബ്നു മുഗീറയെ കുറിച്ച് പറഞ്ഞതാണെന്ന് ഇമാം സുഹരി തങ്ങൾ പറയുന്ന ഒരു ഭാഗം നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ സാധിക്കും. അഥവാ പണ്ഡിതന്മാർ ഒരിക്കലും പലപ്പോഴും, ഇപ്പോൾ ഇമാം ഷാഫി തങ്ങളെ കുറിച്ച് നോക്കൂ. നജ്റാനിൽ മഹാനായ ഇമാം ഷാഫി തങ്ങൾ വന്നപ്പോൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ചില ആളുകൾ ചില കാര്യങ്ങൾ ചെയ്തപ്പോൾ അവരോട് വളരെ സ്നേഹസമ്പുഷ്ടമായ രീതിയിൽ ചില പെരുമാറ്റങ്ങൾ നടത്തി. അപ്പോൾ അതിൻ്റെ പേരിൽ ഇമാം ഷാഫി തങ്ങളെ നജ്റാനിൽ അദ്ദേഹം ജോലി ചെയ്ത ഇമാം ഷാഫി മസ്ജിദിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി ഒരുങ്ങി. ജോലിയിൽ നിന്ന് പിരിച്ചുവിടാൻ വേണ്ടി ഒരുങ്ങിയിട്ട് അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഷിയയാണെന്ന് പറഞ്ഞു, ഷിയയാണ്, അദ്ദേഹം റാഫിളിയാണെന്ന് പറഞ്ഞു. അങ്ങനെ ആ കൊല്ലം ഹജ്ജിന് പോയപ്പോൾ മിനായിൽ വെച്ച് ഇമാം ഷാഫിഈ തങ്ങളെ പലരും കണ്ടുമുട്ടിയപ്പോൾ അന്നത്തെ സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, നിങ്ങൾ എന്താ ഷിയയാണെന്നുള്ള ചില ചിന്താഗതികൾ വരുന്നോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് ഈ മിനായിലെ ജംറയിലേക്ക് എറിയാൻ വേണ്ടി നൈൽ നദിയിലെ ഓളങ്ങളെപ്പോലെ വരുന്ന ആളുകളുണ്ടല്ലോ, ഇവരെ നോക്കിയിട്ട് ഞാൻ പറയുന്നു, ലൗകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫല്യഷ്ഹദി ثഖലാനു അന്നി റാഫിദു. ഞാൻ റാഫിളാണെന്ന് അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹത്തിന്റെ പേരിലാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അവർ മുഴുവനും സാക്ഷിയാകട്ടെ, അവർ മുഴുവനും പറയട്ടെ ഞാൻ റാഫിളിയാണ്, ഞാനൊരു ഷിയയാണെന്ന് പറഞ്ഞോട്ടെ, എനിക്ക് പ്രശ്നമല്ല. അഥവാ ഏതെങ്കിലും ഒരു കക്ഷിത്വത്തിന്റെ പേരിൽ സങ്കുചിത മനോഭാവത്തിലേക്ക് എടുത്തു ചാടുന്നതിനെ മഹാന്മാരായ ഇമാം സുഹരി തങ്ങൾ, ഇമാം ഷാഫിഈ തങ്ങളൊക്കെ അതിന് വിരുദ്ധമായ രീതിയിൽ പോയതായി കാണാം. ഒരു കക്ഷിയുടെ അടുത്ത് സത്യമില്ല എങ്കിൽ, ഇപ്പോൾ ഷിയാക്കളുടെയിലുള്ള നന്മകൾ, ഷിയ വിശ്വാസികൾക്കിടയിലുള്ള നന്മകൾ
അത് പുകഴ്ത്തുവാനും അത് ശരിയാണെന്ന് പറയുവാനും ഒരുപക്ഷെ കക്ഷിത്വത്തിന്റെ പേരിൽ അതിൽ നിന്ന് അകറ്റി നിർത്തിയപ്പോഴും ഇമാമുകൾ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഞാൻ ഈ പറഞ്ഞതിന്റെ താല്പര്യം. കക്ഷിത്വത്തിന്റെ ആ ഒരു കണ്ണട മാറ്റി വെച്ചുകൊണ്ട് വിശാലമായി ഹക്കായി പറയും. അത് വേറൊരു കക്ഷിയുടെ അടുത്ത് ഹക്ക് കണ്ടെന്ന് കരുതി ആ ഹക്കിന് ഇപ്പോ ഹുബ്ബു ആലി അതിൽ ഉലുവ് തെറ്റാണ്. അഹ്ലു ബൈത്തിനെ സ്നേഹിക്കുക എന്നത് പോലും തെറ്റ. ഇപ്പോ നമുക്കറിയാം രണ്ടാം ഖുത്ബയിൽ നാം സാധാരണ ഖുലഫാ റാഷിദുകളുടെ പേര് പറയും. ഈ റാഷിദുകളുടെ കൂട്ടത്തിൽ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ പേര് വരെ പറഞ്ഞു നിർത്തണം എന്നായിരുന്നു അന്ന് ഓർഡർ. ഏത് കാലം വരെ? ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ഭരണാധികാരിയാകുന്നത് വരെ, അഥവാ അലി റളിയല്ലാഹു അൻഹുവിന്റെ ഈ ഭരണം കഴിഞ്ഞ് ഹസൻ റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നു. അതിനുശേഷം വരെ 6 മാസം ഹസൻ റളിയല്ലാഹു അൻഹു ഭരിച്ച ശേഷമാണ് ആര് ഭരണാധികാരിയാകുന്നത്? മഹാനായ മുആവിയ ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു. മുആവിയ ബിൻ അബീ സുഫിയാൻ റളിയല്ലാഹു അൻഹു എത്ര കാലം ഭരിച്ചു? 30 കൊല്ലം ഭരിച്ചു. 30 വർഷം മുആവിയ റളിയല്ലാഹു അൻഹു ഭരണം നടത്തി. പിന്നീട് യസീദ് ആവട്ടെ വലീദ് ആവട്ടെ അങ്ങനെ ഭരണം നടത്തി. അതിനുശേഷം ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വരുന്നത് വരെ അലി റളിയല്ലാഹു അൻഹുവിന്റെ പേര് പറഞ്ഞാൽ അത് കാരണം അലി റളിയല്ലാഹു അൻഹു ഭരണത്തിനെതിരെ പുറപ്പെട്ടയാളാണ്, അതുകൊണ്ട് നിങ്ങൾ അവരുടെ പേര് പറയരുത് എന്ന് പണ്ഡിതന്മാർക്ക് ചിലർക്ക് നിർദ്ദേശം കൊടുത്തു ഭരണാധികാരികൾ. പക്ഷേ ആലിമീങ്ങൾ അത് അംഗീകരിച്ചില്ല. ആലിമുകൾ അത് അംഗീകരിച്ചില്ല. അപ്പോൾ ഖുത്ബയിൽ രണ്ടാം ഖുത്ബയിൽ സാധാരണ നമ്മൾ അബൂബക്കർ സിദ്ദീഖ് ഉമർ അൽ ഫാറൂഖ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞ് നിർത്തണം. അലി റളിയല്ലാഹുവിന്റെ പേര് പറഞ്ഞാൽ അത് തെറ്റെന്നൊക്കെ പറഞ്ഞ് ചില ഭരണാധികാരികൾ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നു. ആ സമയത്ത് ആലിമീങ്ങൾ പറഞ്ഞു ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു അവസാനം പണ്ഡിതോചിതമായ തീരുമാനമെടുത്തു. 4 പേരും അബി ബക്രി വഅൻ ഉമരി വഅൻ അലി വഅൻ ഉസ്മാൻ ദിൽ കറമി, ഈ 4 പേരും അവർ മുഴുവനും ഖുലഫാ റാഷിദുകളാണ് എന്ന് ഉമർ ബിൻ അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പ്രഖ്യാപിക്കുകയും അങ്ങനെ മദീനയടക്കം മുഴുവൻ സ്ഥലങ്ങളിലും അദ്ദേഹത്തിന്റെ പേര് പറയിപ്പിച്ചു എന്നൊക്കെ ഇസ്ലാമിക ചരിത്രം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഈ കക്ഷിത്വം അതൊക്കെ എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട് ഭരണാധികാരികൾക്കിടയിൽ നിന്ന്. പക്ഷേ പണ്ഡിതന്മാരൊരിക്കലും അത്തരം സങ്കുചിത മനോഭാവത്തിൽ ഉൾക്കൊണ്ടിട്ടുണ്ടായിരുന്നില്ല, ഒരിക്കലും ഉണ്ടായിട്ടില്ല. പണ്ഡിതന്മാർ വിശാലമായ കാഴ്ചപ്പാടോടുകൂടെയാണ് അതൊക്കെ സമീപിച്ചത് എന്ന് നമുക്ക് കാണാം. ഉസ്താദ് പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ടല്ലോ, ഒരു സമൂഹത്തോടുള്ള വിദ്വേഷം അവരോട് അനീതി കാണിക്കാൻ നിങ്ങൾ പ്രേരിപ്പിക്കാതിരിക്കട്ടെ എന്ന്. തീർച്ചയായും എന്ന് പരിശുദ്ധ ഖുർആൻ പറയുന്നു. അപ്പോൾ ഒരു കക്ഷിയോട് വിരോധമുണ്ട് എന്നതിന്റെ പേരിൽ ഒരിക്കലും നമ്മൾ അനീതി പറയരുത്. അവർക്കെതിരെ അവര് മോശമാണ്, അവർക്ക് അവകാശപ്പെട്ട എന്തെങ്കിലും തടഞ്ഞു നിർത്തുന്ന രീതിയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. അള്ളാഹു കാക്കട്ടെ. ആമീൻ ആമീൻ. ഏതായാലും ഇതിനൊക്കെ ഒരു മകുടോദാഹരണമാണ് കഴിഞ്ഞു പോയ ഖിലാഫത്തിന്റെ ചരിത്രങ്ങൾ. തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇൻഷാ അല്ലാഹ് നമുക്ക് അതൊക്കെ വിഷയമാക്കണം. അത് യഥാർത്ഥത്തിൽ സ്വഹാബത്തിനിടയിലുള്ള തർക്കങ്ങൾ, ഈ വിഷയങ്ങളൊക്കെ പഠിക്കുമ്പോഴേ ഇതിനെക്കുറിച്ചൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എത്ര വിശാലമായ പരസ്പരം യുദ്ധം ചെയ്തവർ പിന്നിലും മുന്നിലും നിന്ന് നിസ്കരിക്കുക, വൈകുന്നേരം വരെ തർക്കിച്ചിട്ട് അവസാനം പോകുമ്പോൾ പരസ്പരം അങ്ങോട്ട് ഇങ്ങളെ ഇമാമിക്ക് എന്ന് പറഞ്ഞിട്ട് മുന്നോട്ട് ആക്കുന്ന പണ്ഡിതോചിതമായ ചർച്ച കേരളക്കരയിൽ തന്നെ ഒരുപാട് കാണാം. ഒരുപാട് വിഷയങ്ങളിൽ പരസ്പരം തർക്കിച്ച് അവസാനം അവരിപ്പോൾ തമ്മിൽ കുത്തിക്കൊല്ലുമെന്ന് തോന്നുന്ന വേളയിൽ പോലും നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞ് തർക്കമൊക്കെ കഴിഞ്ഞിട്ട് ഒന്നിച്ച് നിസ്കരിക്കുമ്പോൾ ഉദുണ്ടാക്കി നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ നിങ്ങൾ ഇമാമിക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വിശാലമായ കാഴ്ചപ്പാട് ദീൻ അങ്ങനെ അതാണ്. ദീനിന്റെ ആ ഒരു വിശാലമായ കാഴ്ചപ്പാട് ഇനിയുള്ള എപ്പിസോഡുകൾ നമുക്ക് ആളുകൾക്ക് കൊടുക്കണം ഇൻഷാ അല്ലാഹ്. നേരത്തെ പറഞ്ഞ പോലെ ഖുലഫാ റാഷിദീന്റെ കാലത്തിന് ശേഷം അതിനുശേഷം ഖിലാഫത്ത് തൊട്ടിട്ട് അതിന്റെ എൻഡ് വരെ ഓരോന്നും ഇൻഷാ അല്ലാഹ് അതൊക്കെ വിശദമായി നമ്മൾ ഒരുപാട് വീഡിയോയിൽ ഇത് ചെയ്യണമെന്ന് പറഞ്ഞ് വിട്ടുപോയ വിഷയമാണ്. നേരത്തെ തന്നെ ഉസ്താദ് ഇങ്ങനെ സൂചിപ്പിച്ചു പറഞ്ഞു, ആദ്യമായിട്ട് മദീനയിൽ നിന്നാണ് തുടങ്ങിയത്, അതുപോലെ കൂഫയിലേക്ക് മാറി, അത് ഇറാഖിലേക്കായി, പിന്നീട് ഡമസ്കസ് എന്ന് പറയുമ്പോൾ സിറിയയിലേക്ക് മാറി, പിന്നീട് അത് ഉമയ്യദ് കാലിഫറ്റിലേക്ക് സിറിയയിൽ നിന്ന് അബ്ബാസികൾ ബാഗ്ദാദിലേക്ക് ഇറാഖിലേക്ക് മാറി, പിന്നീട് അതെങ്ങനെ സൽജൂക്ക് മംലൂക്കി അങ്ങനെ ഓട്ടോമനിലേക്ക് എത്തും, യൂറോപ്പിലേക്കൊക്കെ എത്തിയത്. ഇൻഷാ അല്ലാഹ് അതൊക്കെ നമ്മൾ ഇനി അങ്ങനെയുള്ള ചരിത്ര സ്ഥലങ്ങളിലേക്കും പോകുമല്ലോ. ഉസ്ബെക്കിസ്ഥാൻ ട്രിപ്പ് ഉണ്ട് ഏപ്രിൽ 25 പോയി മെയ് 1 തിരിച്ചു വരുന്ന ഉസ്ബെക്കിസ്ഥാൻ എല്ലാ ചരിത്ര സ്ഥലങ്ങളും ബുഖാറ, അതുപോലെ സമർക്കന്ത്, ടാഷ്കന്റ്, സേഹൂൻ നദി, ജയ്ഹൂൻ നദി തുടങ്ങി ഇൻഷാ അല്ലാഹ് ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് സ്വർഗ്ഗത്തിൽ നിന്ന് ഒഴുകുന്ന നദികളാണ്. 5 നദികളുണ്ടല്ലോ സ്വർഗ്ഗത്തിൽ നിന്നില്ലേ. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബ മിൻ ബൈനി ആസാബിർ റസൂലിൽ മുത്തബ വയലിഹി മാഉ സംസമിൻ സുമ്മൽ കൗസറു. പിന്നെയോ
വനയിലു മിസ്ര വബാഖിൽ അൻഹുറു എന്ന് പറയുന്ന ആ രീതിയിൽ 5 വെള്ളത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ 5 പുഴകൾ സ്വർഗത്തിൽ നിന്നാണ്. ഒന്ന് നൈൽ നദി, മറ്റൊന്ന് ഒന്ന് ദിജില, അതുപോലെ തന്നെ ഫുറാത്ത്, യൂപ്രട്ടീസും ടൈഗ്രീസും, പിന്നെ സൈറൂൻ നദിയും ജയ്ഹൂൻ നദിയും. ഇതൊക്കെ സ്വർഗത്തിൽ നിന്ന് ഒഴുകുന്ന നദികളാണ്. ഇതൊക്കെ നമുക്ക് ഉസ്ബെക്കിസ്ഥാൻ, കസാക്കിസ്ഥാൻ, ഖുറാസാന്റെ ഭാഗങ്ങൾ. ഏതായാലും ഇൻഷാ അല്ലാഹ് അത് കഴിഞ്ഞാൽ നമ്മൾ ഇസ്ലാമിക ആഗോള ചരിത്ര ഭൂമികൾ മൊത്തം കവർ ചെയ്യും അല്ലെ. മൊറോക്കോയും സിസിലിയും സൈപ്രസും ചെച്ചനിയും ബോസ്നിയയും അല്ല. ഏതായാലും അപ്പോ ഓക്കെ, അത് ആ വിഷയങ്ങളും അതുപോലെ തന്നെ സംഘടനയെ പറ്റി ഡീപ്പായിട്ടും മസ്ഹബുകളെ പറ്റി അഖീദന്റെ വിഷയങ്ങളിൽ നമ്മൾ മസ്ഹബിനെ ഫോളോ ചെയ്യുന്ന പോലെ തന്നെ സൂഫിസം എങ്ങനെ വന്നു, തസവൂഫ്, അതൊക്കെ നമ്മൾ എല്ലാ വിഷയങ്ങളും ആരും തന്നെ മലയാളത്തിൽ കൂടുതൽ ചർച്ച ചെയ്യപ്പെടാത്ത വിഷയങ്ങളൊക്കെ നമുക്ക് കാരണം പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഉസ്താദ് ഇങ്ങനെ ഒരുപാട് ഇങ്ങനെ അറബിക് ഗ്രന്ഥങ്ങൾ വായിക്കുന്നത് കൊണ്ട് മലയാളത്തില് പലതും നമുക്ക് സുലഭമായിട്ട് അത്ര ലഭിക്കണം എന്നില്ല. അതെ, മലയാളത്തിൽ ലഭ്യതയുടെ കുറവ് ഈ വിഷയത്തിലുണ്ട്, നന്നായിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്, ഇൻഷാ അല്ലാഹ്. അതല്ല എല്ലാവരും വായിക്കുന്നുണ്ടാവും, നമ്മളിപ്പോ നിങ്ങൾ നമ്മളെ കണ്ടുതന്നെ ഉണ്ടാവുള്ളൂ. അള്ളാഹു നമുക്ക് ഇതൊക്കെ ആധികാരികമായിട്ട് പഠിച്ചിട്ടാണല്ലോ. അള്ളാഹു അങ്ങനെ ആക്കട്ടെ, ഹൈറാക്കട്ടെ ഇൻഷാ അല്ലാഹ്. മാക്സിമം നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പിന്നൊക്കെ പഠിച്ച റബ്ബിന്റെ അടുത്താണല്ലോ. നമ്മളോട് അള്ളാഹു എന്താ പറയുക? പഠിക്കുക, വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കുക, മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക. ആലിമീങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ വിഷയത്തിലൊക്കെ. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഏതായാലും ഇപ്പൊ റമളാനാണ് വരാൻ പോകുന്നത്. അപ്പൊ റമളാനിൽ ഒരുപാട് ആളുകൾക്ക് അറിയാനുള്ള സക്കാത്തിന്റെ മസാല, വർഷത്തിൽ ഒരു വട്ടമാണെങ്കിലും പലർക്കും റമളാനിലാണ് അത് ഓർമ്മ വരുന്നത്. അപ്പൊ അത് കടം കൊടുത്തതിന് എങ്ങനെയാണ് സക്കാത്ത്, ആഭരണമായിട്ടുള്ള സ്വർണത്തിന് എങ്ങനെയാണ് സക്കാത്ത്, പിന്നെ നമ്മൾ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത എമൗണ്ടിന് എങ്ങനെയാണ് സക്കാത്ത്, ഇങ്ങനെ കുറെ Q&A ക്വസ്റ്റ്യൻ ആൻസർ ടൈപ്പിൽ ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ Q&A ഇട്ടിട്ട് ഒരുപാട് ചോദ്യങ്ങൾ വന്നിരുന്നു. എന്തായാലും അപ്പോൾ ആളുകളുടെ സംശയങ്ങളൊക്കെ ഈ വീഡിയോയിലും നിങ്ങൾക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ആയിട്ട് അറിയിക്കുക. അതിനൊക്കെ റിപ്ലൈ ആയിട്ട് ഒന്ന് ജനറൽ ആയിട്ട് പല ചോദ്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ അതൊക്കെ ഒരൊറ്റ ഇതായിട്ടും അങ്ങനെ എന്ത് ചോദ്യം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അതൊക്കെ നമുക്കൊരു Q&A സെഷനിൽ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് നമ്മൾ ഉസ്താദിനോട് ചോദിച്ചിട്ട് ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ചും ഫിഖ്ഹി മസ്അലകളായിരിക്കും അല്ലെ, നമ്മളതൊരു സെഷൻ ആയിട്ട് ഇപ്പൊ ചെയ്യാനുള്ള ഒരു. അതുപോലെ നമുക്ക് റമളാനിൽ സംഭവിച്ച സംഭവങ്ങൾ, പ്രധാനപ്പെട്ട പല സംഭവം, ബദർ യുദ്ധ റമളാനിലാണെന്ന് എല്ലാവർക്കും. വേറെ ഒരുപാട് സംഭവങ്ങൾ റമളാനിൽ നടന്നിട്ടുണ്ട്, വൈജ്ഞാനിക വിപ്ലവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് ഇൻഷാ അല്ലാഹ് അതൊക്കെ ചെയ്യാതായാലും. പിന്നെ നേരത്തെ പറഞ്ഞ വിഷയത്തിൽ ഉസ്താദ് ഷിയാക്കളെ പറ്റി പറഞ്ഞപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മളൊരു പരമ്പര പോലെ തന്നെ ചെയ്തിട്ടുണ്ട്. ഷിയാക്കളെ പറ്റിയിട്ടും ഇസ്ലാമിനകത്ത് നടന്ന യുദ്ധങ്ങളായിട്ടുള്ള ജമൽ യുദ്ധം, സിഫീൻ യുദ്ധം, ആയിഷ ബീവിയും അലിയുള്ളാഹുനും അങ്ങനെ തുടങ്ങി ഒരുപാട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട എന്നാലോ ഒരു സെൻസിറ്റീവായ വിഷയം അതുകൊണ്ട് പലരും ചർച്ച ചെയ്യാൻ മടിക്കുന്ന വിഷയങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് ഇത് കൃത്യമായിട്ട് ഷിയായിസത്തെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ അത് ഉപകാരപ്പെടും. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് കമന്റ് ബോക്സിൽ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങളതൊക്കെ കാണുക. ഉസ്താദിൻ്റെ കൂടെയുള്ള ഇന്റർവ്യൂകൾ മൊത്തമായിട്ട് നമ്മൾ പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതൊക്കെ സമയം കിട്ടും നിങ്ങൾ ഓരോന്നായിട്ട് രാത്രി ഉറങ്ങുന്ന സമയത്ത് ഒന്നൊന്ന് കേട്ട് മനസ്സിലാക്കുക. കാരണം പലയിടത്തും നിങ്ങൾ കേൾക്കാൻ സാധ്യതയില്ലാത്ത എന്നാൽ പുതിയ പുതിയ അറിവുകളായിരിക്കാം ഇതൊക്കെ നിങ്ങൾക്ക്. കാരണം നമ്മൾ അതൊക്കെ നോക്കിയിട്ട് ഫിൽട്ടർ ചെയ്തിട്ട് നിങ്ങൾക്ക് മലയാളത്തിൽ അത്ര സുലഭമായിട്ട് ലഭിക്കാത്ത വിഷയങ്ങളാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. സോ നിങ്ങൾക്ക് അറിയാനുള്ള എത്ര ടഫ് വിഷയങ്ങളാണ് നിങ്ങൾക്കത് കമന്റിലൂടെ അറിയിക്കാം. നമുക്കത് ചെയ്യാവുന്നതാണ് അല്ലേ. Q&A ക്വസ്റ്റ്യൻ ആൻസറും അതുപോലെ ചരിത്ര വിഷയങ്ങളും ഫിഖ്ഹി മസ്അലകളും അതുപോലെ മക്കയും മദീനയും ഇങ്ങനെ ഇസ്ലാമിക ചരിത്ര ഭൂമികൾ വ്ളോഗായിട്ട് നമ്മൾ ഹിസ്റ്റോറിക്കൽ ലാൻഡ്സും ഇങ്ങനെ തുടങ്ങി ഒരുപാട് സെഷനുകളായിട്ട് നമുക്ക് അല്ലാഹു അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഖൈറാട്ടെ ഇൻഷാ അല്ലാഹ്. ജസാക്കല്ലാഹ് ഖൈർ യാ.